പ്രിൻസിപ്പളും ചെയർമാനുമായ ശ്രീ എൻ രാമേന്ദ്രൻ നായർ, ഇവിടെ വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന സ്കൂൾ മാനേജ്മെന്റിന്റെയും PTA ഭാരവാഹികൾ ഇവിടെ എത്തിയതിൽ സന്തോഷം അറിയിക്കുന്നു. നമ്മുടെ ഭൂമിയുടെ പ്രദേശം വളരുന്നില്ല, പക്ഷേ നമ്മുടെ കാറുകളുടെയും ലോറികളുടെയും എണ്ണം വളർന്നുകൊണ്ടിരിക്കുന്നു. റോഡുകളൊന്നും വീതിയാവുന്നില്ല, മേലോട്ട് അട്ടി വളരുന്നു എന്നല്ലാതെ വീതിയാവുന്നില്ല. വാഹനങ്ങളുടെ എണ്ണം പെരുകുന്നു. ചൂട് കൂടുമ്പോൾ മഴയും കൂടുമല്ലോ. ചൂട് കൂടുമ്പം വെള്ളം നീരാവിയായി മേലോട്ട് ഉയരും. അതവിടെ സ്റ്റോക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. പണ്ട് തണുപ്പുണ്ടെങ്കിൽ മഴ പശുവിനെ പാല് ചുരത്തുന്നത് പോലെ അല്പാൽപമായിട്ടായിരുന്നു പെയ്യുന്നത്. ഇപ്പോ നിങ്ങൾ തെങ്കാശി പട്ടണം എന്ന് പറഞ്ഞ സിനിമയിലാണെന്ന് തോന്നും, ഒരു പശുവിന്റെ കോലവും തലയിൽ വെച്ചിട്ട് സലീം കുമാറും ദിലീപും ഒരാലയിൽ കയറുന്ന ഒരു രംഗമുണ്ട്, ഓർമ്മയുണ്ടോ? ആ രംഗത്തില് പശുവിനെ കറക്കാൻ വേണ്ടി മച്ചാൻ വർഗീസ് പോകുമ്പോ പശുവല്ല എന്ന് മനസ്സിലാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഗ്ലൗസ് ഊതിപ്പൊക്കിയിട്ട് താഴോട്ട് താത്തു കൊടുക്കുന്നുണ്ട് ആര്? ഈ സലീം കുമാർ. അവസാനം പിടിച്ചു വലിച്ചിട്ടൊന്നും പാല് കിട്ടാഞ്ഞിട്ട് ശക്തിയിൽ പിടിച്ചു വലിച്ചപ്പോ ഈ ഗ്ലൗസ് അടർന്ന് താഴോട്ട് വീഴുമ്പോ അയാൾ ബോധം കെട്ട് വീഴുന്ന രംഗമുണ്ട്. ഈ ഗ്ലൗസ് അല്പാൽപ്പം ചുരത്തുന്നതിന് പകരം ഈ അകിട് ഒന്നായിട്ട് അടർന്ന് വീഴുമ്പോലുള്ള മഴയാണ് ഇപ്പൊ പെയ്യുന്നത്. മേഘസ്ഫോടനം പെയ്യുമ്പോ ശക്തമായ ഈ ഒരു പ്രതിസന്ധിയുള്ള കാലഘട്ടം വരാൻ പോവുകയാണ്. ഇനി കുറയൊന്നുമില്ല ഇത്. ഈ പ്രതിസന്ധി കാലഘട്ടത്തിൽ അവിടെയൊക്കെ അതിജീവിക്കുവാനും ഭയവിഹ്വലരായിട്ട് നിലവിളിക്കുവാനുമുള്ള കുട്ടികൾക്ക് പകരം അതിജീവിച്ച് മുന്നോട്ട് പോകാൻ കരുത്ത് നേടുന്ന മക്കളെ ആണ് നമ്മൾ വളർത്തിയെടുക്കേണ്ടത്. എന്നാൽ അങ്ങനെ വളർത്തുന്ന മക്കളെ അല്ല നിങ്ങൾ സൃഷ്ടിക്കുന്നത്. അല്ലലില്ലാതെ അലട്ടലില്ലാതെ ഞങ്ങൾ അനുഭവിച്ച ഒരു പ്രയാസങ്ങളും ദുരിതങ്ങളും എൻ്റെ മക്കൾ അനുഭവിക്കരുത്, അല്ലേ? മക്കൾ ഒരു ദുരിതവും ഒരു പ്രതിസന്ധിയും അനുഭവിക്കാതെ നിങ്ങൾ ഇല്ലാത്ത കാലത്ത് വരുന്ന പ്രതിസന്ധി അതിജീവിക്കാൻ അവരെങ്ങനെ പഠിക്കും? എങ്ങനെ പഠിക്കും? അവർക്ക് അതിജീവിക്കണ്ടേ? അവര് നിലവിളിച്ചാൽ രക്ഷപ്പെടുത്താൻ ആളുണ്ടോ? ഇല്ല. അതുകൊണ്ട് പുതിയ കാലഘട്ടത്തിലെ പ്രതിസന്ധികൾക്കനുസരിച്ച് നമ്മുടെ മക്കളെ പോറ്റുന്ന രക്ഷകർത്തൃത്വത്തിന് പുതിയ പാഠങ്ങൾ പഠിക്കേണ്ടിയിരിക്കുന്നു. പുതിയ പാഠങ്ങൾ. പഴയ നമ്പറും കൊണ്ടൊന്നും ഇനി ജീവിക്കാൻ പറ്റില്ല. നമുക്ക് പുതിയ കാലഘട്ടത്തിൽ നമ്മളാണ് മാറേണ്ടത്, രക്ഷിതാക്കളാണ് മാറേണ്ടത്. കുട്ടികൾ വലിയ മാറ്റമാണ്. എന്തൊരു മാറ്റം ആ കുട്ടികൾക്ക്! അവർ അനുനിമിഷം അനുദിവസം മാറിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ നമ്മളാണെങ്കിൽ പഴയതൊന്നും മറക്കുകയില്ല, പുതിയതൊന്നും പഠിക്കുകയില്ല എന്ന മട്ടിൽ നിൽക്കുന്നു. ഇതാണ് നമ്മുടെ കുട്ടികൾ അനുഭവിക്കുന്ന സംഘർഷം. ഇന്നെവിടെ പോയി നോക്കിയാലും കുട്ടികളെ പറ്റി കുറ്റമാണ്. ഇന്നത്തെ കുട്ടികളല്ലേ, അല്ലേ? എല്ലാരും പറയാ ഇന്നത്തെ കുട്ടികളല്ലേ. എല്ലാ കാലത്തും ഇന്നത്തെ കുട്ടികൾ ഉണ്ടാവൂ. നമ്മളെ ബാല്യത്തിൽ അന്നത്തെ തലമുറയും പറഞ്ഞിരുന്നു ഇന്നത്തെ കുട്ടികളല്ലേ എന്ന്. പക്ഷെ ഇന്നത്തെ കുട്ടികൾ ആധുനിക സംസ്കാരത്തിന്റെ ടെക്നോളജിയുടെയും ഡിജിറ്റലൈസേഷന്റെയും ഭാഗമായി, സ്പീഡിന്റെ ഭാഗമായിട്ട് മാറിയിരിക്കുന്നവരാണ്. അവർക്ക് അല്പനേരം ഒന്ന് ഡൗൺലോഡ് ചെയ്യുമ്പോൾ നെറ്റ് ഇങ്ങനെ കറങ്ങിയെങ്കിൽ അസ്വസ്ഥരാകും. അവർക്ക് പെട്ടെന്ന് കിട്ടണം. അവർക്ക് എന്തെങ്കിലും ഒരു ആവശ്യം പറഞ്ഞാൽ 1000 ഉറുപ്യ വേണം എന്ന് രക്ഷിതാവിനോട് പറഞ്ഞാൽ നോക്കാം, ആലോചിക്കാം എന്ന് പറഞ്ഞാൽ അത് പറ്റൂല. ഇപ്പൊ തന്നെ ഗൂഗിൾ പേ ചെയ്യണം. നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുമ്പോൾ എല്ലാം ഇൻസ്റ്റന്റ് ആയിട്ട് മുന്നിൽ കിട്ടണം. ഭക്ഷണമാവട്ടെ എന്ന് പറഞ്ഞ് കാത്തു നിൽക്കാൻ നേരമില്ല, അപ്പ തയ്യാറാക്കി മുന്നിൽ എത്തിച്ചു കൊടുക്കണം. ഈ ഒരു സ്പീഡിന്റെ അതൊരു അവരുടെ കുറ്റമല്ല, നമ്മുടെ സമൂഹത്തിന്റെ പ്രശ്നമാണ്. ആ പ്രശ്നത്തിനിടയിൽ നമ്മുടെ കുട്ടികളെ ആധുനിക സംസ്കാരത്തിന്റെ പ്ലാസ്റ്റിക് പൊതിഞ്ഞിട്ട് സ്വയം വിടരാനുള്ള പൂക്കളെ പൊതിഞ്ഞു വെക്കുന്ന പ്ലാസ്റ്റിക്കായി നിങ്ങൾ മാറരുത്. ഞാനിപ്പോ സ്വാഗതം പറയുമ്പോൾ ഒരു കാലത്തും ബൊക്കയോ പൂവോ തരുമ്പോൾ പ്ലാസ്റ്റിക് പൊതിഞ്ഞ പൂവ് വാങ്ങാറില്ല. അതുകൊണ്ടാണ് എന്നോട് ആർക്കും ദേഷ്യം വേണ്ട. എത്ര സുന്ദരമായ പൂവാണിത്!
ഈ ഭീകരന്മാരായിരിക്കുന്ന പൂക്കച്ചവടക്കാര് എന്തിനാണ് ഈ വൃത്തികെട്ട പ്ലാസ്റ്റിക് കൊണ്ട് അത് പൊതിയുന്നതെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായില്ല. എന്തിനാണ് ഈ പ്ലാസ്റ്റിക് ആണോ ആകർഷണം, ഈ പൂവാണോ? നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളുടെ ബാഹ്യമായ മോടികൾ, അവന്റെ ഡ്രസ്സ്, അവന്റെ രൂപം, അവന്റെ ഭാവം അല്ല, അവന്റെ ഉള്ളു പൂവാണ്. ആ പൂവിനെ വിടർത്താനാണ് നിങ്ങൾ പരിശ്രമിക്കേണ്ടത്. നമ്മുടെ മനുഷ്യരങ്ങനെയാവണം. നമ്മുടെ കുട്ടികളെല്ലാം ഇപ്പോൾ നല്ല വിവരമുള്ളവരാണ്. പക്ഷെ ആ വിവരത്തിന് ആനുപാതികമായി വിവേകമില്ല എന്നതാണ് നമ്മൾ കുട്ടികൾ നേരിടുന്ന പ്രശ്നം. ആ വിവേകമുണ്ടാക്കിയെടുക്കുന്ന വിദ്യാലയം ഏതാണ്? വിവേകമുണ്ടാക്കാൻ ട്യൂഷൻ സെന്റർ ഉണ്ടോ? അമ്മ ഉമ്മ എന്നാണ്. അതിലെ വൈസ് ചാൻസലറുടെ പേര് അച്ഛൻ ഉപ്പ എന്നാണ്. അതിലെ ഫാക്കൽറ്റീസ് ആണ് അപ്പൂപ്പൻ, അമ്മുമ്മ, അമ്മാവൻ, അമ്മായി, ചിറ്റ, ആന്റി, ഓപ്പോള്. അത് മാത്രമല്ല, അതിന്റെ ലാബറട്ടറി ഏതാണെന്നറിയാവോ? ആ സർവകലാശാലയുടെ ലാബറട്ടറിയുടെ പേര് നിങ്ങളുടെ വീട്ടിന്റെ മുറ്റമാണ്. മുറ്റത്ത് വിരിഞ്ഞ പൂക്കളാണ് അതിന്റെ ടെസ്റ്റ് ട്യൂബ്. അതിന്റെ ഫണലാണ് അവിടുത്തെ ചെടികള്. അവിടെ കടന്നു വരുന്ന പൂച്ചയും അതിലെ വഴിപോകുന്ന കാക്കയും അതിലെ കടന്നു വരുന്ന പട്ടിയും അതിൽ നാട്ടിലെ അപ്പുറത്തെ വീട്ടിൽ ഓടി വന്ന് വാഴക്കന്ന് പിടിച്ചു പറിച്ചു തിന്നുന്ന പശുവും അതിലേക്ക് കടന്നു വരുന്ന ആടും എല്ലാം ചേർന്നതാണ് നമ്മുടെ കുട്ടികളുടെ വ്യക്തിത്വം. 4 ചുമരുകൾക്കുള്ളിൽ ഈ ടാബിന്റെയോ കമ്പ്യൂട്ടറിന്റെയോ മൊബൈൽ ഫോണിന്റെയോ സ്ക്രീനിനുള്ളിലല്ല നമ്മുടെ വ്യക്തിത്വം, നമ്മുടെ കുട്ടികളുടെ വ്യക്തിത്വം വളരേണ്ടത്. നിങ്ങളുടെ വീടിന്റെ അടച്ചിട്ട മുറികളല്ല നമ്മുടെ കുട്ടികൾ വളരേണ്ട ഇടം. തുറന്നിട്ട വാതിലുകളാണ്. അവർ പുറത്തേക്ക് ഇറങ്ങട്ടെ, അവർ സമൂഹത്തിലേക്ക് ഇറങ്ങട്ടെ. നിങ്ങൾക്ക് കിട്ടിയ പാഠത്തേക്കാൾ ഞാൻ MA പരീക്ഷയിൽ ഫോണറ്റിക്സ് എന്ന് പറയുന്ന ഒരു വിഷയമുണ്ട്. ഫോണറ്റിക്സ്, സ്വനശാസ്ത്രം എന്ന് മലയാളത്തിൽ പറയും. ആ സ്വനശാസ്ത്രത്തിൽ ആദ്യ പാഠം പഠിച്ചത് എൻ്റെ വീട്ടിന്റെ അപ്പുറത്തുള്ള ജമ്മി കോയിനാട്ടനിൽ നിന്നാണ്. സ്ഥിരം വെള്ളടിച്ച് കച്ചറയാക്കുന്ന ആളാണ്. പക്ഷെ അയാളാണ് എൻ്റെ സ്വനശാസ്ത്രത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ പാഠം പഠിപ്പിച്ചത്. ദിവസം ബഹളം വെക്കുമ്പോൾ ഞങ്ങൾ എപ്പോഴും ഓടിച്ചെല്ലും. അടി, ഭാര്യക്കടി, മക്കളെല്ലാം കരച്ചല്. ഒരു ദിവസം സഹി കെട്ടിട്ട് ഞാൻ പറഞ്ഞു, എന്താ കോയിനാട്ട് ഇങ്ങനെ കളിക്കുന്നത്? ഒന്ന് ഒച്ച കൂട്ടി പറഞ്ഞു. അപ്പൊ എന്നോട് പറഞ്ഞു, സ്വരഭേദത്തിന് അർത്ഥഭേദമുണ്ട് കേട്ടോ, സ്വരഭേദത്തിന് അർത്ഥഭേദമുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു. സ്വരം മാറുമ്പോ അർത്ഥം മാറും. രാവിലെ എന്ന് പറഞ്ഞാൽ 6 മണിക്കും 8 മണിക്കും 10 മണിക്കും രാവിലെയാ. രാവിലെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇവിടത്തേക്ക് പുറപ്പെട്ടത് രാവിലെയല്ലേ, എന്നാൽ ഞാൻ പുറപ്പെട്ടത് രാവിലെയാണ്. മനസ്സിലായോ? അർത്ഥം മാറിയില്ലേ? ശബ്ദം മാറുമ്പോ അർത്ഥം മാറും. ഇപ്പൊ പോയാല് കോഴിക്കോട് എക്സ്പ്രസ് കിട്ടുമോ? ഒരാൾ പറഞ്ഞു കിട്ടും. അപ്പോ ഒരു ഓട്ടോക്കാരൻ പറഞ്ഞു കിട്ടും. രണ്ടാളും കിട്ടുന്നാ പറഞ്ഞേ. പക്ഷെ ഓട്ടോക്കാരൻ കിട്ടൂല എന്നാ ഉദ്ദേശിച്ചേ. എങ്ങനെ മാറി? ശബ്ദം മാറി. ഇതാണ് കോയിനാടൻ എന്നെ പഠിപ്പിച്ചത്. മനസ്സിലായോ? സ്വരഭേദത്തിന്റെ അർത്ഥവ്യത്യാസം എന്നെ പഠിപ്പിച്ചത്. അതുകൊണ്ട് നമ്മൾ ഈ സർവകലാശാലയിലെ വിദ്യാർത്ഥിയാവുക. നമ്മുടെ കുട്ടികളെ, നിങ്ങൾ ഡാഫോഡിൽസ് എന്ന കുഞ്ഞു പൂവില്ലേ, ആ കുഞ്ഞു പൂവാൻ നിങ്ങളുടെ ഓരോ കുട്ടികളുടെയും ഹൃദയം. നാഗരീസ് എന്ന് പറയുന്ന ഒരു പൂവാണ് ഭാരതത്തിൽ അതിന്റെ പേര്. ആ കുഞ്ഞു പൂവ് വിരിഞ്ഞ് കായാൽ മാത്രം പോരാ, ആ കായിൽ വിത്താവാൻ, ആ വിത്ത് വീണ്ടും മുളച്ച് മരമാവാനുള്ള തുടർ പ്രക്രിയയാണ് മനുഷ്യ ജീവിതം. നമ്മളൊരു യാത്രയിലെ ഒരു കണ്ണി മാത്രമാണ്. നമ്മൾ ജനനം തൊട്ട് മരണം വരെയുള്ള ഒരു രേഖാഖണ്ഡമല്ല. കാലത്തിന്റെ ജീവൽ പ്രവാഹത്തിലുള്ള രേഖയുടെ ഒരു മധ്യബിന്ദു മാത്രമാണ് നമ്മൾ. ഒരു രേഖയുടെ മധ്യബിന്ദു മാത്രമാണ്.
ഞാനെന്ന് പറയുന്നത് എനിക്ക് മുന്നിലുള്ള എല്ലാവരും ചേർന്നതാണ്. നിങ്ങളുടെ കുട്ടികൾ നിങ്ങളെക്കാൾ വിവരമുള്ളവരാ. കാരണം നിങ്ങളുടെതെല്ലാം കുട്ടിക്ക് കിട്ടി ഓട്ടോമാറ്റിക്കായിട്ട്. അവൻ കൂടുതൽ പ്ലസ്സാ പഠിക്കുന്നത്. പണ്ട് ഞാൻ സ്കൂളിൽ പഠിച്ച ഒരു പാഠമുണ്ടായിരുന്നു, പക്ഷികളുടെ ഉയരപ്പറക്കൽ മത്സരം. മത്സരം നടന്ന് അവസാന സന്ധ്യയായി. ആകാശത്ത് ആരെങ്കിലും ഉണ്ടോന്ന് പക്ഷികൾക്ക് കണ്ണ് കാണാഞ്ഞപ്പോ മൂങ്ങയോട് പറഞ്ഞു, നീ നോക്ക്, മൂങ്ങ കാണല്ലോ ഇരുട്ടത്ത് കണ്ണ് കാണുക. മൂങ്ങ കണ്ണും തിരുമ്മി നോക്കിയിട്ട് പറഞ്ഞു, ഏറ്റവും മേലെ പരുന്താണ് കാണുന്നത്. അപ്പൊ പരുന്തിനെ പ്രഖ്യാപിക്കട്ടെ എന്ന് ചോദിച്ചപ്പോ മൂങ്ങ പറഞ്ഞു, നിൽക്ക്, മറ്റൊരു പക്ഷിയെ കാണുന്നു. നോക്കുമ്പോ ഒരു അടക്കാക്കുരുവി പരുന്തിന്റെ മേലെ പറക്കുന്നു. പരുന്തിന്റെ ചിറകിന്റെ ഇടയിൽ ആരും കാണാതെ ഒളിഞ്ഞിരിക്കുകയായിരുന്നു അടക്കാക്കുരുവി. പരുന്ത് പറന്ന് തളർന്നിട്ട് താഴോട്ട് പറക്കുമ്പോ അവിടുന്ന് അടക്കാക്കുരുവി ഒറ്റ പറക്കൽ മേലോട്ട്. നമ്മുടെ കുട്ടികൾ ഈ അടക്കാക്കുരുവിയാ. നമ്മളിൽ നിന്ന് മേലോട്ട് പറക്കുന്നവരവര്. അവർ നമ്മളെക്കാൾ മേലെയാണ്. നമ്മുടെ ഉള്ളിലുള്ള എല്ലാം നമ്മുടെ എല്ലാം അവർക്ക് കിട്ടിക്കഴിഞ്ഞു. അവർക്ക് അതിനപ്പുറത്തേക്കാണ് അവര്. അതുകൊണ്ട് നമ്മൾ വലുതും അവർ ചെറുതുമാണെന്ന ധാരണ തിരുത്തണം. അവർ വലുതാണെന്ന് നിങ്ങൾ ബോധ്യപ്പെടുത്തിയത് അവിടെ പോയിട്ട് തുള്ളൊന്നും വേണ്ട. നിങ്ങളുടെ ഉള്ളിലുണ്ടായാൽ മതി അവർ വലുതാണ്. ആ വലുതായിരിക്കുന്ന അവരെ നിങ്ങൾക്ക് നിയന്ത്രിക്കണമെങ്കിൽ നിങ്ങളും അവരെ പോലെ പറക്കണം, വലുതാവണം. ബാഹ്യമായിരിക്കുന്ന മോടികളെല്ലാം വളർത്തി, പക്ഷെ ആന്തരികമായിട്ട് നിങ്ങളുടെ പേഴ്സണാലിറ്റിയിൽ മാറ്റമുണ്ടായോ? അതാ ചോദ്യം. ആ പേഴ്സണാലിറ്റിയിൽ മാറ്റമുണ്ടാക്കാൻ നിങ്ങൾ പുതിയതൊന്നും പഠിക്കുന്നില്ല. നിങ്ങൾ ഒരു പുസ്തകവും വായിക്കുന്നില്ല. എല്ലാവരും അല്ല പറയുന്നത്. ഞാൻ പൊതുവെ പറയുമ്പോൾ അപൂർവം ചില ആളുകൾ ഇതിൽ നിന്ന് വ്യത്യസ്തരായിരിക്കുന്നുണ്ടാവും. പക്ഷെ അപവാദങ്ങൾ നിയമങ്ങളല്ല. അപൂർവം ചില ആളുകൾ പുസ്തകം വായിക്കുന്നവരുണ്ടാകും. പക്ഷെ മലയാളികൾ പൊതുവെ വിവാഹം കഴിഞ്ഞാൽ പിന്നെ പുസ്തകം വായിക്കൂല. വിവാഹം കഴിഞ്ഞാൽ നമുക്ക് 4 പണിയേ ഉള്ളൂ: ഉണ്ണുക, ഉറങ്ങുക, ഉണ്ണി ഉണ്ടാക്കുക, വിസർജിക്കുക. ഈ പണി മാത്രം എടുത്താൽ മനുഷ്യനാവില്ല. നിങ്ങളുടെ ആന്തരികമായ വികാസം ഉണ്ടാവണം. നിങ്ങളുടെ ആന്തരികമായ വെളിച്ചമാണ് കുട്ടിയുടെ ബാഹ്യമായ വെളിച്ചമായി മാറുക. മനുഷ്യന് മാത്രമാണ് ആന്തരികമായ വെളിച്ചം. പുറത്തെ വെളിച്ചം പക്ഷിമൃഗാദികളെല്ലാം കാണുന്നുണ്ട്. പക്ഷെ അകത്തെ വെളിച്ചം കാണാറുണ്ടോ? ഇല്ല. ഒരു മനുഷ്യന്റെ സ്നേഹത്തെ പറ്റി, സ്നേഹഗായികേ നിൻ സ്വപ്നവേദിയിൽ ഗാനോത്സവമെന്നു തുടങ്ങും, ആനന്ദഗാനോത്സവമെന്നു തുടങ്ങും എന്ന് പാടാൻ പക്ഷിമൃഗാദികൾക്കറിയില്ല. അതിന്റെ അർത്ഥം അറിയില്ല. പുറത്ത് വെളിച്ചം തരുന്നവനെ കൃഷ്ണൻകുട്ടി എന്ന് പറയും, അകത്ത് വെളിച്ചം തരുന്നവനെ ശിവൻകുട്ടി എന്നും പറയും. മനസ്സിലായോ? പുറത്ത് വെളിച്ചം തരുന്ന കൃഷ്ണൻകുട്ടി ഇലക്ട്രിസിറ്റി മന്ത്രി, അകത്ത് വെളിച്ചം തരുന്ന ശിവൻകുട്ടി വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി. പിടികിട്ടിയോ? അതാ ഈ അകത്ത് വെളിച്ചമാണ് നമ്മൾ വളർത്തേണ്ടത്. അങ്ങനെ അകത്ത് വെളിച്ചം വരുമ്പോൾ നമ്മുടെ കുട്ടികളുടെയും അകത്ത് വെളിച്ചം വരും. നിങ്ങളുടെ വീടിനൊരു വെളിച്ചത്തിന്റെ പരിവേഷമുണ്ട്. ആ പരിവേഷത്തിലേക്ക് ചെന്ന് കയറി. ചില വീട്ടിൽ നമ്മൾ ചെന്ന് കയറുമ്പം തന്നെ എന്തോ ഒരു മടുപ്പ് അനുഭവപ്പെടും. അവിടെ ഒരു വെളിച്ചമില്ല. അവരുടെ നോക്കിൽ, ഒരു വാക്കിലൊന്നും ഒരു വെളിച്ചമില്ല. നമുക്ക് എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് പോരണം തോന്നും. എന്നാ ചില വീട്ടിൽ പോയാലോ, എന്തൊരു സുഖം അവിടെ പോയി ഇരിക്കാൻ. അവരോട് ചില ആളുകൾ ചില വേദിയിലേക്ക് കടന്നു വന്നാൽ, ഒരു ഹാളിലേക്ക് ഒരാൾ കടന്നു വന്നാൽ തന്നെ എല്ലാവർക്കും ഒരു ഊർജമാവും. എന്നാൽ ചില ആളുകൾ വന്നാലോ, ഈ കാലനാണോ എന്ന മട്ട് തോന്നും. എന്തുകൊണ്ടാണ്? നമുക്ക് ഓരോ ആൾക്കും നമുക്കൊരു പ്രകാശമുണ്ട് നമുക്ക് തലയ്ക്ക് ചുറ്റും. അത് യേശുക്രിസ്തുവിന്റെയും ശ്രീനാരായണ ഗുരുവിന്റെയും ശ്രീകൃഷ്ണന്റെയും ഭഗവാന്റെയും തലയ്ക്ക് ചുറ്റുമുള്ള പരിവേഷം മനുഷ്യനുണ്ട്. ആ പരിവേഷങ്ങൾ ചേർന്നതാണ് നമ്മുടെ കുടുംബ ജീവിതം. ആ വെളിച്ചങ്ങൾ പരസ്പരം അനുകൂലകമായി മാറണം. അതിനെന്താ വേണ്ടത്? നമ്മൾ മാറണം, നമ്മൾ മുന്നോട്ട് പോകണം, നമ്മൾ പ്ലസ് ആവണം. A+ വേണമല്ലോ കുട്ടികൾക്കെല്ലാം. എന്താ ഈ പ്ലസ് എന്ന് നിങ്ങൾ ആദ്യം തിരിച്ചറിയണം. പ്ലസ് എന്ന് പറയുന്നത്
ഈ ഭൂമിയിൽ മനുഷ്യൻ വന്നതിന് ശേഷം മാത്രമുണ്ടാക്കിയ പ്രയോഗമാണ് പ്ലസ്. മനുഷ്യൻ വരുന്നതിന് മുമ്പ് ഈ ഭൂമിയിൽ ഒന്നും പ്ലസ് ഉണ്ടായിരുന്നില്ല. എന്താണോ അതുപോലെ തുടരും. മനുഷ്യരെക്കാൾ 10 ലക്ഷം വർഷം മുമ്പ് ആനകൾ ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നു. ആ 10 ലക്ഷം വർഷം മുമ്പ് ആനകൾ എങ്ങനെയാ ജീവിച്ചത് അതേപോലെയാ 2025 ജീവിക്കുന്നത്. എന്തെങ്കിലും ഒരു മാറ്റം അവരുടെ ജീവിതശൈലിയിൽ ഉണ്ടായോ? തൃശൂർ പൂരത്തിന് വടക്കുന്നാഥന്റെയും പാറമേക്കാവിലമ്മയുടെയും തിടമ്പുമായിട്ട് പുറത്തേക്ക് എഴുന്നള്ളുന്ന 19 ആനകളില്ലേ? കുടമാറ്റം കാണാൻ 5 ലക്ഷം മനുഷ്യരവിടെ ഗ്രൗണ്ടിൽ നിൽക്കുന്നുണ്ട്. ഇത്ര ആള് നോക്കി നിൽക്കുന്നുണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഇതുവരെ ഒരാന ഒരു ട്രൗസർ ഉടുക്കണം എന്നുള്ള ചിന്ത അതിനുണ്ടായോ? ഇല്ലല്ലോ. ഉണ്ടോ? പക്ഷിമൃഗാദികൾക്ക് വസ്ത്രം വേണം, ഒന്നുമില്ല. അവര് പ്ലസ്. മനുഷ്യൻ പ്ലസ് ആവുന്നു. ഓരോ നിമിഷവും നമ്മൾ പ്ലസ് ആവുന്നു. നമ്മൾ ഇന്ന് ജീവിച്ചിരുന്നതിന് എന്താ തെളിവ്? ഇന്ന് രാവിലെ ഉണരുമ്പോ നമ്മുടെ മാനസികവും ഭൗതികവുമായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ഒരു സ്റ്റെപ്പ് നമ്മൾക്ക് വളരാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഇന്ന് നമ്മൾ ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും. ഓരോ സ്റ്റെപ്പും വളരണം. ആ വളർച്ചയാണ് പ്ലസ്. പ്ലസ് എന്ന് പറഞ്ഞാൽ കൂട്ടണമെന്നല്ലേ മലയാളത്തിൽ പറയാ. ഒരു കടങ്കഥയുണ്ടല്ലോ, സ്കൂളിലെ കുട്ടികൾ ചോദിക്കുന്നത് കൂട്ടും തോറും കുറയുന്ന സാധനം എന്താ? കൂട്ടുമ്പോ കുറഞ്ഞു വരുന്ന സാധനം എന്താ അറിയാവോ? ആർക്കും അറിയാവോ? മോനെ അറിയാവോ? മോനെ, കൂട്ടുമ്പോ കുറഞ്ഞു വരുന്ന സാധനം കൂട്ടാൻ. ചോറിന്റെ കൂട്ടാനില്ലേ? കൂട്ടും തോറും കുറച്ചു വരില്ലേ? വയസ്സ് കൂട്ടും തോറും കുറഞ്ഞു വരുമോ? കൂട്ടുംതോറ് കുറഞ്ഞു വരുന്ന കൂട്ടാനെന്ന് പേര് വന്ന്, കറിക്ക് കൂട്ടാനെന്ന് പേര് വന്നത് ചോറിനോട് പ്ലസ് ചെയ്യുന്നത് കൊണ്ടാണ്. അപ്പൊ കൂട്ടലാണ് പ്ലസ്. ഈ പ്ലസ് മനുഷ്യൻ പ്ലസ് ആവുന്നത്, ഇന്ത്യ കണ്ട ആദ്യത്തെ എ പ്ലസ്സുകാരൻ ആരാണെന്ന് പഠിച്ചാൽ മനുഷ്യന്റെ എ പ്ലസ് എന്താന്ന് മനസ്സിലാവും. ഇന്ത്യയിലെ ആദ്യത്തെ എ പ്ലസ്സുകാരന്റെ ചിത്രം നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഉണ്ട്. എല്ലാവരുടെ കയ്യിലും ഇപ്പോൾ ഉണ്ട്. എല്ലാവരുടെ കയ്യിലുണ്ട്. എല്ലാവരുടെ ബാഗിലും പോക്കറ്റിലും ഉണ്ട്. അദ്ദേഹം പരീക്ഷയിൽ നല്ല മാർക്ക് വാങ്ങിയിരുന്നവനല്ല, റാങ്ക് ഒന്നുമില്ല. അദ്ദേഹം നല്ല പ്രസംഗക്കാരനല്ല. അദ്ദേഹത്തെ കണ്ട സുന്ദരനല്ല, തല മൊട്ടത്തലയാ, നല്ല ഡ്രസ്സും ഇല്ല. പക്ഷെ അദ്ദേഹം പ്ലസ് എന്ന ചിഹ്നത്തിന് 2 അർത്ഥം ഉണ്ടില്ലേ? പ്ലസ് എന്ന് പറഞ്ഞാൽ ഗ്രാഫ് വരക്കൂലേ? ഗ്രാഫ് വരക്കുമ്പോ എക്സ് ആക്സിസും വൈ ആക്സിസും ഉണ്ടല്ലേ? എക്സ് ആക്സിസ്, വൈ ആക്സിസ്, ഇതാ പ്ലസ്. ഈ എക്സ് ആക്സിസ് കർമ്മം, പ്രവൃത്തി, വൈ ആക്സിസ് ചിന്ത. ആ കർമ്മ ചിന്ത ഗാന്ധി, അതാ മോഹൻദാസ് കരംചന്ദ് ഗാന്ധി. പിടികിട്ടിയോ? മോഹൻദാസ് കരംചന്ദ് ഗാന്ധി, കർമ്മവും ചിന്തയും ചാലിച്ചു ചേർത്ത ഗാന്ധി. മനുഷ്യൻ വളരുന്നത് അവന്റെ കർമ്മവും ചിന്തയും കൊണ്ടാണ്. എന്നാൽ നമ്മുടെ അടുത്ത കാലത്ത് നമ്മുടെ കുട്ടികൾക്ക് ചിന്തകൾ നന്നായി വളരുന്നു, പക്ഷെ കർമ്മത്തോട് കണക്ട് ചെയ്യുന്നില്ല. അവൻ ചെയ്യുന്ന ജോലിയും അവന്റെ ജീവിതവും അവന്റെ അറിവും തമ്മിൽ കൂട്ടിച്ചേർക്കാൻ അവന് കഴിയുന്നില്ല. അതുകൊണ്ട് മൈനസാ, പ്ലസ് ആവുന്നില്ല. പച്ചക്കറിക്കും നെല്ലിനും ഇടുന്ന വളം NPK മിശ്രിത അല്ലെ? നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാഷ്. അതെങ്ങനെയാ പൊട്ടാഷിന് K എന്ന് വന്നത്? 2 P വരുമ്പോ കൺഫ്യൂഷൻ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് പൊട്ടാഷിന്റെ ലാറ്റിൻ വാക്കാണ് കാലിയം. അതുകൊണ്ടാ K കൊടുത്തത്. നിങ്ങൾ ചെടിക്ക് നൈട്രജനും ഫോസ്ഫറസും മാത്രം ഇട്ടിട്ട് പൊട്ടാഷിന്റെ കാര്യമില്ല. ഫോസ്ഫറസും പൊട്ടാഷും ഉണ്ട്, നൈട്രജനിലെ കാര്യമില്ല. നൈട്രജനും പൊട്ടാഷും ഉണ്ട്, ഫോസ്ഫറസിലെ കാര്യമില്ല. ഇത് 3ഉം ചേരണം, എന്നാലേ കായ് ഉണ്ടാവൂ. നമ്മുടെ കുട്ടികളിൽ ഈ 3 ഘടകങ്ങൾ ഏതാണ് ആദ്യം മനസ്സിലാക്കുക. 3 ഘടകങ്ങൾ. ഒരു വ്യക്തിക്ക് 3 ഘടകങ്ങളുണ്ട്. ഒന്ന് അവന്റെ ശരീരം. വേണ്ടേ? ശരീരം വേണല്ലോ. കൊടിമരമാകുന്ന മനസ്സ് പറക്കണമെങ്കിൽ കൊടിമരം വേണ്ടേ? കൊടിയാകുന്ന മനസ്സ് പറക്കണമെങ്കിൽ കൊടിമരം വേണ്ടേ? ശരീരം വേണം. 2 ബുദ്ധി വേണം. ബുദ്ധി വേണം. ഇത് 2ലും നമ്മുടെ മക്കൾ ഗംഭീരമായി വളർന്നു. നല്ല ശരീരമാ, നല്ല ആരോഗ്യമാ. ചില തന്തവൈബുമാര് പറയും പണ്ടല്ലേ ആരോഗ്യം, കുന്താണ്.
നിങ്ങൾ ആലോചിച്ചൊക്കെ, പണ്ട് 45 വയസ്സായി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ശരാശരി ആയുസ്. 45 വയസ്സിൽ മരിക്കും ഭൂരിപക്ഷ ആളും, മനസ്സിലായോ? ഇന്നോ, ഇന്നൊരു തലക്ക് ജീവനുണ്ടെങ്കിൽ ഇന്ന് ബാക്കിയാക്കുന്നില്ലേ? 78, 79 വയസ്സായി ഇപ്പൊ ശരാശരി ആയുസ്. മറ്റൊന്നും നോക്കണ്ട. നമ്മളല്ലോ സ്കൂളിൽ പഠിക്കുമ്പോ റിട്ടയർ ആകാൻ പോകുന്ന മാഷന്മാരെ കണ്ടിട്ടുണ്ടോ? നാരിച്ച് പൂളിച്ച് വയസ്സെത്തിയിട്ടുണ്ടോ? ഇപ്പൊ റിട്ടയർ ആയ ടീച്ചറേയും മാഷയും നോക്കിയാട്ടെ, ഒരു 5 കൊല്ലം റിട്ടയർ ആയിട്ട്, ഒരു 5 കൊല്ലം അവർ വെറുതെ ഒന്ന് മാട്രിമോണിയലിൽ ഫോട്ടോ കൊടുത്തു നോക്ക്, 100 കണക്കിന് പ്രൊപ്പോസൽ വരും. അത്രയും ചെറുപ്പക്കാരാണ്. അപ്പോ ഇന്ന് നല്ല ആരോഗ്യമാണ്, എന്ത് നല്ല സ്റ്റൈലാണ് നമ്മളെ മക്കള്. ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് എൻ്റെ നാട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. കൊട്ടിയൂര് പോയവര് കണ്ടിട്ടുണ്ടാവും. അത് എൻ്റെ വീടിന്റെ മുന്നിലൂടെയാ കൊട്ടിയൂര് പോവുക. പക്ഷെ അതല്ല, നേരിട്ട് വീട്ടിലിരുന്ന് കണ്ടിട്ടുണ്ടാവും ചിലപ്പോൾ. ബാഹുബലി, പഴശ്ശിരാജ സിനിമയൊക്കെ ഷൂട്ട് ചെയ്ത് എൻ്റെ നാട്ടിലെ കണ്ണവൻ കാട്ടുന്നതാണ് കേട്ടോ. അതിലെ ഫോറസ്റ്റ് മുഴുവൻ എൻ്റെ നാടാണ്. ആ ഫോറസ്റ്റിന്റെ അരികിലുള്ള ഗ്രാമം ദാരിദ്ര്യം പിടിച്ചൊരു ഗ്രാമം. അന്ന് ഞങ്ങളുടെ എല്ലാം കോലം പുകയിലത്തണ്ട് പോലത്തെ കുട്ടികൾ, എല്ലാം കരിഞ്ഞുണങ്ങിയിട്ട് അസ്ഥികൂടം കാണുന്ന കുട്ടികൾ. വലിയ വയറുണ്ടാവും. ഗ്രഹണി എന്ന് പറഞ്ഞൊരു അസുഖമായിരിക്കും മിക്ക പിള്ളേർക്കും. ചുമരിന് കിണ്ണം ചാരി പോലത്തെ വലിയ വയറുണ്ടാവും. ഞങ്ങൾ ആദ്യം പഠിച്ച അക്കം 1, 2, 3 എന്നല്ല, 11 എന്നാണ്. 11. നിങ്ങൾക്ക് എന്നോട് ദേഷ്യം വരരുത് കേട്ടോ, ഞാനുള്ള യാഥാർത്ഥ്യ പറയുന്നത്. 11 എന്നുള്ള അക്കം എങ്ങനെയാ പഠിച്ചെന്നറിയാം? മൂക്കൊണ്ടാ എഴുതുക. എല്ലാത്തിനും ജലദോഷമായിരിക്കും, മൂക്കുന്ന് 11 ഇറങ്ങി വരും, മനസ്സിലായോ? അത് കൈകൊണ്ട് ഇങ്ങനെ അങ്ങ് ഒരക്കും. ഇവിടെ ഉണ്ടാവും ഒച്ചു വലിഞ്ഞ പോലത്തെ തല മുഴുവൻ പേന് പുഴുത്തിട്ട് നഖങ്ങളെല്ലാം കുഴിനകായിട്ട് കോലം കെട്ട പിള്ളറായിരുന്നു അന്ന്. ഇന്ന് അതുപോലത്തെ ഒരു കുട്ടിയെ കാണുമോ നാട്ടിൽ? ഞാൻ കണ്ടിട്ടുണ്ട് കഴിഞ്ഞതിന്റെ മുമ്പിലത്തെ വർഷം അതേ കോലത്തിലുള്ള കുട്ടികൾ. ആസാമിലെ പഞ്ചായത്തുകളെ പറ്റി പഠിക്കാൻ വേണ്ടി പോയി. അവിടുത്തെ ഗ്രാമങ്ങളിൽ ചെന്നപ്പോ അന്ന് നമ്മുടെ നാട്ടിലെ കുട്ടികൾ അതേ കോലത്തിലെ കുട്ടികളെ ഇപ്പോഴാണ് ഞാൻ കണ്ടു. നമ്മുടെ കുട്ടികളിൽ എന്ത് സുന്ദരന്മാരും സ്റ്റൈലന്മാരും, എത്ര നല്ല ഡ്രസ്സാ, എന്താ അതിൻ്റെ ഒരു സ്റ്റൈൽ. നല്ല ആരോഗ്യമാണ്. എന്താ നല്ല ഓടുന്നു, ചാടുന്നു, കളിക്കുന്നു അല്ലേ? അവരുടെ ബുദ്ധിയോ അതും അതിനേക്കാൾ അപ്പുറം. ഞാൻ തെളിവ് തരാം. ഞാൻ SLCക്ക് പഠിക്കുമ്പോ 600-ൽ 60%, 360 മാർക്ക് കിട്ടിയ ഫസ്റ്റ് ക്ലാസ്. ഇന്നോ 60% എന്ന് പറഞ്ഞാൽ A+ അല്ല, A ഇല്ല, B+ ഇല്ല, വെറും ബിയാ. വെറും ബി മാത്രം കിട്ടുന്ന ഏതും കുട്ടികളുണ്ട്. ഇപ്പോ ഏതെങ്കിലും ഒന്നിലെങ്കിലും A+ കിട്ടും. 90% മാർക്ക് എല്ലാത്തിലും കിട്ടാണ്ട് ഒന്ന് കുറഞ്ഞു പോയി, 89% പോയി ഒരു കുട്ടിക്ക്. അപ്പുറത്തെ ബഷീറും ഗോപാലേട്ടനും വന്ന് ഈ ഫുൾ A+ ഇല്ല അല്ലേ, തോറ്റുപോയി അല്ലേ എന്ന മട്ടില്ല. ഈ ചോദിക്കുന്ന ഗോപാലേട്ടനും ബഷീറും പണ്ട് 210 കിട്ടാണ്ട് തോറ്റവനായിരിക്കും. എത്രയാ നമ്മളെ കുട്ടികളെ മാർക്ക്? എന്തൊരു ബുദ്ധിയാണ് അവർക്ക്. ഞാനിത് ബുദ്ധി പറയുന്നത്, ഞാനും എൻ്റെ മോനെയും ഞാൻ താരതമ്യം ചെയ്യും. അവനിപ്പോ ഡിഗ്രി സെക്കൻഡ് ഇയർ പഠിക്കുക. ഡിഗ്രി സെക്കൻഡ് ഇയർ പഠിക്കുന്ന കാലത്ത് ഞാൻ ഒറ്റക്ക് കോഴിക്കോട് വരെ വന്നിട്ടില്ല. കോഴിക്കോട് വരെ ഒറ്റക്ക് വരാൻ എനിക്ക് പേടിയാന്ന്. ഞാൻ മാക്സിമം വന്നത് വടകര വരെയാ അന്ന് ഒറ്റക്ക് വന്നത്, പുനത്തിൽ കുഞ്ഞബ്ദുള്ളയെ കാണാൻ വേണ്ടി. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അയാളെ കാണാൻ വേണ്ടി വന്നു. എന്നിട്ട് അയാളെ ക്ലിനിക്ക് പോയിട്ട്, അന്ന് അയാൾ ക്ലിനിക്ക് നടത്തുന്നുണ്ട്. എന്നോട് ചോദിച്ചു എന്താ സൂക്കേട്? ഞാൻ പറഞ്ഞു സൂക്കേടൊന്നും ഇല്ല, നിങ്ങളൊന്ന് കാണാൻ വന്നു. അങ്ങനെ ഒരുപാട് നേരം വർത്തമാനം പറഞ്ഞു. എന്നാൽ ഇപ്പൊ ഡിഗ്രി സെക്കൻഡ് ഇയർ പഠിക്കുന്ന എൻ്റെ മോൻ ഫസ്റ്റ് ഇയർ പഠിക്കുമ്പോൾ, കഴിഞ്ഞല്ലോ +2 കഴിഞ്ഞ കുഞ്ഞിച്ചക്കൻ 18 വയസ്സ്, ഇപ്പൊ ബോട്ട് ചേർക്കാൻ പോന്നേ ഉള്ളൂ. അവൻ എന്നോട് ദിവസം വിളിച്ചു പറയാ, ഞാൻ അടുത്ത ശനിയാഴ്ച ലുധിയാനെ പോകുന്നുണ്ട് കേട്ടോ അച്ഛാ. ഞാൻ ചേട്ടാ ലുധിയാന എവിടെ? പഞ്ചാബിൽ. എന്താ? അവിടെ ഒരു ഇന്റേൺഷിപ്പ് എനിക്ക് സെലക്ഷൻ ആയിട്ടുണ്ട്. എന്ത് ഇന്റേൺഷിപ്പ്? അത് ഫിസിക്സ് അധ്യാപകരുടെ ഒരു സംഘടനയുണ്ട്, ഒരു കോഴ്സ് നടത്തുന്നുണ്ട് റിസർച്ചുമായി ബന്ധപ്പെട്ടിട്ട്. എങ്ങനെയാ നീ പോവുക? ഞാൻ ഫ്ലൈറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്, ഇവിടുന്ന് കോയമ്പത്തൂരിന്ന് ഇങ്ങോട്ടോ അതും ബുക്ക് ചെയ്തു. പൈസയോ? അതൊക്കെ എൻ്റെ അടുത്തുണ്ട്. എഴുതുന്ന പൈസ പണ്ടേ എഡിറ്റിങ് പഠിച്ചിന് മോൻ. ഈ വീഡിയോ കല്യാണം അല്ലല്ലോ എഡിറ്റ് ചെയ്ത് കൊടുത്തിട്ട് അതിന് പൈസ ഉണ്ട്.
അവൻ അവിടുന്ന് ഡൽഹിയിൽ നിന്ന് ലുധിയാനയിലേക്ക് ട്രെയിന് ബുക്ക് ചെയ്യുന്നു, അവൻ പോകുന്നു, പോയിട്ട് തിരിച്ചു വരുന്നു, അവന്റെ ഡ്രസ്സ് അവൻ എടുക്കുന്നു, അവൻ പാക്ക് ചെയ്യുന്നു, അവൻ പോകുന്നു. നമ്മളെ വീട്ടിൽ നിന്ന് ആരെങ്കിലും ഒരാള് മൈസൂർ ടൂർ പോകുന്നുണ്ട്, അതിന് 2 ദിവസം മുമ്പ് വീട്ടിൽ നിന്ന് വറക്കലും പൊടിക്കലും പുതിയാക്കലും തുടങ്ങൂലേ? അല്ലേ? ഒന്നുമില്ല, അവര് പോകുന്നു വരുന്നു. എത്ര ഫോർവേഡാണ് നമ്മുടെ മക്കള്! അവരുടെ ബുദ്ധി അപാരമാണ്. പിന്നെ എന്താ എവിടെ ചേർന്നാലും ചെറുപ്പക്കാരെയും കുട്ടികളെയും കുറ്റം പറയുന്നത്? എന്താ അവരുടെ പ്രശ്നം? നമ്മുടെ കുമാരനൊരു ചൊല്ലുകുറിയില്ല, നന്മ വരുവാൻ ഒരു മനസ്സും അവനില്ല. പണ്ട് ധൃതരാഷ്ട്ര പരാതി, മക്കളെ പറ്റി സ്ഥിരം പരാതി പറഞ്ഞിട്ടാ ആ കുട്ടികൾ നശിച്ചുപോയേ. ആര്? കൗരവന്മാര്. എവിടെ ചേർന്നാലും കുട്ടികളെ പറ്റി എന്താ? ഇന്നത്തെ പിള്ളേർ എന്തിനു കൊള്ളൂ? അങ്ങനെ ഇങ്ങനെ എന്റെ ക്ലാസ് തുടങ്ങാൻ പോവാ. എന്താ ക്ലാസ് എന്ന് പറയാൻ പോവാ. ആ മൂന്നാമത്തെ ഘടകത്തിന്റെ പേര് മനസ്സ് എന്നാണ്. മനസ്സ് മനുഷ്യനാക്കുന്നത് ബുദ്ധിയല്ല, മനസ്സാണ്. നമ്മളെക്കാൾ ബുദ്ധി പട്ടിക്കില്ലേ? ഇല്ലേ? പട്ടിക്ക് നമ്മളെക്കാൾ ബുദ്ധിയുണ്ട്. അതുകൊണ്ടാണല്ലോ കൊലപാതകം നടന്ന കേസ് തെളിയിക്കാൻ പട്ടീനെ കൂട്ടുന്നത്. നമുക്ക് ഇത് മണത്തിട്ട് പിടിക്കാൻ പറ്റാത്തോണ്ടല്ലേ? അല്ലേ? പട്ടിക്കുണ്ട്. കണക്കറിയാ പട്ടിക്ക്. കണക്കറിയുന്ന പട്ടിയുണ്ട്. നിങ്ങൾ വീതി കുറഞ്ഞ റോഡിലൂടെ സ്കൂട്ടർ കൊണ്ടുപോകും. റോഡിന്റെ പകുതിക്ക് ഒരു പട്ടി കിടക്കും. നിങ്ങൾ ഓണടിച്ചു നോക്ക്, സ്കൂട്ടറാന്ന് കണ്ട പട്ടി മാറൂല. കാരണം സ്കൂട്ടർ പോട്ട സ്ഥലമുണ്ട്, വീതിയാടെയുണ്ട്. തൊട്ട് പറയൽ ജീപ്പ് വന്നോക്കട്ടെ, പട്ടി എഴുന്നേറ്റ് മാറി തരും. അപ്പൊ സ്കൂട്ടറിന്റെ വീതി കുറവാണെന്നും ലോറിക്ക് വീതി കൂടുതലാണെന്ന് ആർക്കറിയാം? പട്ടിക്കറിയാം. എന്നാൽ നമുക്കറിയാവോ? ആകെ അത്രേ വീതിയുള്ളൂ റെയിൽവേ സ്റ്റേഷൻ ഇങ്ങോട്ടേക്ക് വരാൻ. അതിന് വലിയ ലോറി കൊണ്ടുപോയി നിരത്തി വെച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ട് വെച്ചിട്ട് അത്ര നേരമായി അവിടെ നിൽക്കുന്നറിയോ? നമ്മളെ കൂട്ടത്തിലുള്ള ആൾക്കറിയാവോ ഈ കണക്ക്? നമ്മളെ കൂട്ടത്തിലുള്ള ആൾക്ക് കണക്കറിയില്ല. മൃഗങ്ങൾക്ക് ബുദ്ധിയൊക്കെ ഉണ്ട്. ആനേനെ, ഞങ്ങളുടെ നാട്ടിലൊക്കെയുള്ള ആനേനെ തടയാൻ വേണ്ടിയിട്ട് മതില് കെട്ടിയിട്ടും ഇത് പിന്നെ ഇതില്ലേ വൈദ്യുതി വേലി കെട്ടിയാല് ആ വൈദ്യുതി വേലിയിൽ ആന പച്ച കൊമ്പ് പൊട്ടിച്ചിട്ട് ഇതിന്റെ മേലെ ഇടും. അപ്പുറവും നെഗറ്റീവും പോസിറ്റീവ്, ഫേസും ന്യൂട്രും കണക്ട് ചെയ്യും. എന്നിട്ട് കത്തിച്ചിട്ട് ഫ്യൂസ് ആക്കും. എന്നിട്ട് കറങ്ങി പോരും. ന്യൂട്രും ഫീസും പഠിച്ചിട്ടില്ലേ ആന? ബുദ്ധിയെല്ലാം മൃഗങ്ങൾക്കും. പക്ഷെ മനസ്സെന്ന് പറയുന്നത് എന്താ? അതെന്താ? അതെങ്ങനെ ഉണ്ടാവും? എവിടെ ഉണ്ടാവും? ബുദ്ധിയും മനസ്സും ഒന്നല്ല എന്നതിന് ഞാനൊരു നല്ല ഉദാഹരണം പറയാം. 4-5 മാസം മുമ്പ് നമ്മുടെ രോഗം ഞെട്ടിയൊരു സംഭവം ഉണ്ടായി കാശ്മീരിൽ, പഹൽഗാമിൽ. ഏതെല്ലോ രാജ്യത്ത് വന്ന ടൂറിസ്റ്റുകൾ കുടുംബസമേതം വന്നവരെ അവർ ഒരു തെറ്റും ചെയ്യാത്ത പാവങ്ങളെ കുറച്ച് ഭീകരന്മാര് പോയിട്ട് വെടിവെച്ചു കൊന്നു. അല്ലേ? ആ വെടിവെച്ചു കൊന്ന ഭീകരന്മാരെല്ലാം അതിബുദ്ധിമാന്മാരാണ്. എന്താ തെളിവ്? ഇതുവരെ ഈ ഇന്ത്യൻ പട്ടാളവും പോലീസും അരിച്ചു പെറുക്കിയിട്ട് ഒരുത്തനെ പിടികിട്ടിയോ? ഇല്ല. നമ്മൾ അതിന്റെ പേരിൽ പാകിസ്ഥാനോടുമായിട്ട് കൊമ്പ് കോർത്തു, അത് വേറെ കാര്യം. പക്ഷെ ഈ കൊന്ന ടീമിന് ഒരാളെ കിട്ടിയില്ലല്ലോ. അതുകൊണ്ടല്ല അവര് ബുദ്ധിയുണ്ടെന്ന് ഞാൻ പറഞ്ഞേ. അതിൽ ഡോക്ടറേറ്റ് നേടിയ ഒരാളുണ്ട്, കേരളത്തിൽ വന്ന് ഡിഗ്രി പാസ്സായ ആളുണ്ട്. ആ ഭീകരന്മാരെല്ലാം അതിസമർത്ഥന്മാരാ, നല്ല വിദ്യാഭ്യാസമുള്ളവരാ, അവർക്ക് നല്ല ബുദ്ധിയുണ്ട്. പക്ഷെ കൊല്ലരുതെന്ന മനസ്സില്ല. പിടികിട്ടിയോ? എന്നാൽ ഒരു പെണ്ണ് ഭർത്താവ് മരിച്ചു കിടക്കുന്ന കാഴ്ച ഈ മുട്ടും കുത്തിയിരുന്ന് കരയുന്ന ഫോട്ടോ ആയിരുന്നല്ലോ അന്ന് ലോകം മുഴുവൻ ശ്രദ്ധിച്ചത്. ഒരു മലയാളി പെണ്ണ് നാട്ടിൽ തിരിച്ചെത്തിയിട്ട് അവള് പത്രക്കാരോട് പറഞ്ഞു, നിങ്ങൾ ശ്രദ്ധിച്ചോ? എന്ത് ചെയ്യണമെന്നറിയാതെ ഞങ്ങൾ വാവിട്ട് നിലവിളിക്കുമ്പോൾ ഞങ്ങളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത് ആ കുതിരക്കാരനാണ്. ഒരു മുസ്ലിം ചെറുപ്പക്കാരൻ, 8ാം ക്ലാസ് തോറ്റവനവൻ. അവന് ബുദ്ധി കുറവാ, പരീക്ഷയിലൊന്നും ജയിച്ചിട്ടില്ല. പക്ഷെ അവന് നല്ല മനസ്സുണ്ടായിരുന്നില്ലേ? നമ്മൾ ഈ കാലഘട്ടത്തിൽ നമുക്ക് വേണ്ടത് മനസ്സാണ്. കുട്ടികൾ സ്കൂളിൽ അയച്ചാൽ നന്നായി പഠിപ്പിക്കുന്നുണ്ട് മാഷന്മാർ, നല്ല ബുദ്ധിയുണ്ട്, നല്ല ടെക്സ്റ്റ് ബുക്കാണ്, നല്ല മാഷന്മാരാണ്, അതൊക്കെ ഉണ്ട്. അതിനാനുപാതികമായി മനസ്സ് വളർത്തുന്ന പ്രക്രിയയിൽ നമ്മൾ പരാജയപ്പെട്ടത് കൊണ്ടാണ് കുട്ടികൾ അറിവ് കൂടുന്തോറും അച്ഛനും അമ്മേനെയും വൃദ്ധമന്ദിരത്തിലാക്കുന്നത് കൂടുന്നത്.
അറിവ് കൂടുന്തോറും നമ്മുടെ നാട്ടിൽ പുഴയിലും തോട്ടിലും പ്ലാസ്റ്റിക് കുപ്പികൾ വളരുന്നത്. എല്ലാ ജൂൺ 5-നും പരിസ്ഥിതി ദിനത്തിൽ ഈ കയ്യും നീട്ടിയിട്ട് പ്രതിജ്ഞ ചെയ്ത കുട്ടികളല്ലേ ഉണ്ടാവും കേരളത്തിൽ. ഈ പ്രകൃതിയെ ഞാനൊന്നും ഉപദ്രവിക്കൂല എന്നിട്ട് ഈ പ്ലാസ്റ്റിക് കുപ്പിയൊക്കെ ആരാ കടുവയും പുലിയും ഇട്ടുക? നമ്മളെ കുട്ടികളുടെ അടുത്തല്ലേ. ആ മനസ്സ് വളർത്തണമെങ്കിൽ എന്ത് വേണം? ഇത് 3 ഘടകങ്ങളും ഒരുമിച്ച് ചേർത്താൽ നിങ്ങളെ കുട്ടികളെ പറ്റി നിങ്ങൾക്ക് ഒരു ടെൻഷനും വേണ്ട. അവൻ എന്ത് ചെയ്യണമെന്ന് അവനെ പഠിപ്പിച്ചാൽ മതി. ഈ ബുദ്ധിയെയും അവന്റെ ശരീരത്തെയും കണക്ട് ചെയ്യുവാൻ ഒരു മനസ്സുണ്ടാക്കി കൊടുക്കാം. ആ മനസ്സുണ്ടാക്കാൻ എന്താ വേണ്ടത്? നിങ്ങളുടെ വീട്ടിൽ നിന്ന് കുട്ടികൾക്ക് മനസ്സുണ്ടാക്കാൻ ഒരു കഷായം പറഞ്ഞു തരാനാണ്. മൃദുല കഷായം എന്ന അതിന്റെ പേര്, മൃദുല കഷായം. ഈ കഷായം കോട്ടക്കൽ നിന്ന് കിട്ടുമോ, കോയമ്പത്തൂർ ആര്യവൈദ്യ ഫാർമസിയിൽ നിന്ന് കിട്ടുമോ? ഒന്നുമില്ല. ഞാൻ ആ കഷായത്തിന് 6 ഘടകങ്ങൾ, 6 മരുന്ന് പറഞ്ഞു തരുന്നു. ആ 6 മരുന്ന് ചേർത്തിട്ട് നിങ്ങൾക്ക് ആ കഷായം ഉണ്ടാക്കണം. നിങ്ങൾ തന്നെ ഉണ്ടാക്കണം. ആ 6 മരുന്ന് നിങ്ങളുടെ അടുത്തുള്ളതാ, അങ്ങാടിയിൽ നിന്ന് വാങ്ങേണ്ടതല്ല, നാട്ടിൽ പറമ്പ് പോയിട്ട് പൊരിക്കേണ്ടതല്ല. ആ 6 മരുന്ന് എന്താണെന്ന് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ മൃദുല കഷായത്തിനെ ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് ഇംഗ്ലീഷ് ആക്കാം. സോഫ്റ്റൻ കഷായം. അക്ഷരത്തിന് ഒരു വാക്ക് ഞാൻ പറഞ്ഞുതരാം. ഒരു പ്രയാസമില്ലാതെ നിങ്ങൾക്ക് അത് ഉണ്ടാക്കാൻ പറ്റും. എസ് എന്ന് പറഞ്ഞാൽ സ്മൈൽ എന്നാണ്, പുഞ്ചിരിക്കുക എന്നതാണ്. അതിനൊരു പ്രയാസമുണ്ടോ? പുഞ്ചിരിക്കാൻ നിങ്ങൾ മറന്നു പോകുന്നു നമ്മുടെ കുട്ടികളോട്. നമ്മൾ എപ്പോഴും ഗൗരവമാണ്. ഇതാണ് പ്രശ്നം. അവരുടെ ചങ്കിൽ നിങ്ങൾക്കിടം കൊടുക്കണം, എന്നാലേ ചങ്കുകളെ നോക്കി അവർ പുറത്തു പോകാതിരിക്കൂ. അവരുടെ ചങ്കിൽ നിങ്ങൾ ഇടം കൊടുക്കാൻ, നിങ്ങൾ അൽഫാം കൊണ്ട് കൊടുത്താൽ, ഡയറി മിൽക്ക് കൊണ്ട് കൊടുത്താൽ, നല്ല ഡ്രസ്സുമായി കൊടുത്താൽ ഒന്നുമല്ല അവരുടെ ചങ്കിൽ ഇടം പിടിക്കുക. നിങ്ങൾ പുഞ്ചിരിച്ചാൽ മതി. ഒന്ന് പുഞ്ചിരിക്കാറുണ്ടോ അവരെ നോക്കി? മനുഷ്യന് മാത്രമുള്ളൊരു കഴിവാണ് പുഞ്ചിരി. ഒരു പക്ഷിമൃഗാദികളും പുഞ്ചിരിക്കാറില്ല. ആ പുഞ്ചിരി കഴിഞ്ഞ ദിവസം ഒരു സ്കൂളില്, ഈ ധർമ്മടത്ത് ഒരു സെൻട്രൽ സ്കൂളുണ്ട്. ആ സെൻട്രൽ സ്കൂളില് ഒരു പരിപാടി വെച്ചു കഴിഞ്ഞ കൊല്ലം ഒക്ടോബർ 1-ാം തീയതി വയോജന ദിനത്തിന്. ഗ്രാൻഡ് ഫാദർ ഗ്രാൻഡ് മദർ സംഗമം. സാധാരണ അമ്മ വരുന്നുണ്ട്, അച്ഛൻ വരൂല, അച്ഛൻ വരുന്നുണ്ട്, അമ്മ വരൂല, രക്ഷിതാക്കളെ വിളിച്ചാൽ. എന്ന ഗ്രാൻഡ് ഫാദർ സംഗമം വെച്ചപ്പോൾ ഒരു കുട്ടിക്ക് 4 ഗ്രാൻഡ് ഫാദർ ഉണ്ടാവുമല്ലോ, ഗ്രാൻഡ് മദറും കൂടി. കിട്ടിയ ചാൻസ് എല്ലാവർക്കും വന്ന് ഇരിക്കാൻ സ്ഥലമില്ല. അവിടുത്തെ ഹെഡ് ടീച്ചർ അന്ന് അധ്യക്ഷ പ്രസംഗം നടത്തുമ്പോ പറഞ്ഞു, മക്കളെ ഇതാ ഇവരെ നോക്കൂ, കുട്ടികൾ ഒരു ഭാഗത്തിരിക്കുന്നുണ്ട്, ഇവരെ സ്നേഹിക്കണം, സഹായിക്കണം, പരിഗണിക്കണം. ഇവർക്ക് സിമ്പതി അല്ല വേണ്ട, എമ്പതിയാ വേണ്ടത് എന്നൊക്കെ പറയുമ്പോ ടീച്ചർ ഒരു ഉദാഹരണം പറഞ്ഞു. പഴുത്ത പ്ലാവിലെ വീഴുമ്പോ പച്ചപ്ലാവിലെ ചിരിക്കും. പക്ഷെ പച്ചപ്ലാവിലും ഇതുപോലൊരു കാലം പഴുത്ത് വീഴുമെന്ന് ഓർക്കണം. അതുകൊണ്ട് ചിരിക്കരുതേ. അപ്പൊ കുട്ടികളെല്ലാന്ന് പറഞ്ഞു. അപ്പൊ ഒരു കുട്ടി എഴുന്നേറ്റിട്ട് ടീച്ചറെ ഒരു സംശയം, എന്താ? പഴുത്ത പ്ലാവിലെ വീഴുമ്പോ പച്ചപ്ലാവിലെ ചിരിക്കാതിരുന്ന പഴുക്കാണ്ടിക്കുവോ? എന്തായാലും പഴുക്കൂലേ. ഇപ്പൊ എല്ലാരും ചിരിച്ചില്ലേ നിങ്ങൾ? ഇതാ പുഞ്ചിരി. മനസ്സിലായോ? നിങ്ങൾ ഫോട്ടോന് പോസ് ചെയ്യുമ്പോ ചിരിച്ചല്ലോ. എന്നിട്ടും 2 പുരുഷന്മാരും 3 സ്ത്രീകളും ചിരിച്ചില്ല. ഇപ്പം ആ 2 പുരുഷന്മാരും 3 സ്ത്രീകളും ഒന്ന് അടുത്ത് ഇക്രയിലോ അല്ലെ മിംസിലോ ഇന്ന് തന്നെ പോയിട്ട് ഒന്ന് ECG എടുത്ത് നോക്കണം. ആർട്ട് ബ്ലോക്ക് ആയിരിക്കും. ചിരിക്കാത്തവന്റെ ആർട്ട് ബ്ലോക്ക് ആയിരിക്കും. ചിരിക്കാത്തവനെല്ലാം ബ്ലോക്ക് ആയിട്ട് പോകുന്നതാ നല്ലത്. അവരിപ്പൊ ചിരിച്ചു കേട്ടോ, പ്രശ്നം തീർന്നു. മനുഷ്യൻ ചിരിക്കണ്ടേ? ഒന്ന് പുഞ്ചിരിക്കണ്ടേ? അതാ. നിങ്ങൾ ചിരിക്കാറുണ്ടോ ഇതുവരെ? നിങ്ങൾ കണ്ണാടിയിൽ നോക്കിയിട്ട് ഞാൻ ചിരിക്കാറുണ്ടോ നോക്കി അന്നേരം ചിരിക്കൂ. നിങ്ങൾ വീട്ടിൽ CCTV ഉള്ളവര് കഴിഞ്ഞ ഒരാഴ്ച കാലം നിങ്ങൾ രാവിലെ ഉണർന്നു വരുമ്പോൾ നിങ്ങളുടെ മുഖം എങ്ങനെയാ നോക്ക്. അതിലുണ്ടാവുമല്ലോ, എൻ്റെ രേഖയുണ്ടാവുമല്ലോ. പിലാമെന്ന് വീണ പഴഞ്ചക്ക പോലെ ഇങ്ങനെ ചുളിച്ച് പിടിച്ചിട്ടാ വരിക പലരും. മൂക്കമെല്ലാം കൂട്ടി പിടിച്ചിട്ട്. ഒന്ന് ചിരിക്ക്.
മക്കളെ നോക്കിയിട്ട് രാവിലെ അവരുടെ മുഖത്ത് നോക്കിയിട്ട് അല്പനേരം ഇരുന്ന എല്ലാ ടെൻഷനും തീരും കേട്ടോ. കാരണം അവർ ദൈവങ്ങളല്ലേ. വാക്കുകൾ കൂട്ടിച്ചൊല്ലാൻ വയ്യാത്ത കീടാങ്ങളെ ദീർഘദർശനം ചെയ്യും ദൈവജ്ഞരല്ലോ നിങ്ങൾ. വൈലോപ്പള്ളിയുടെ വരിയ. ഏതാ കവിത എന്നറിയില്ലേ? മാമ്പഴം. ആ കുട്ടികളുടെ അടുത്ത് പോയി ഇരിക്കുക കുറച്ചു നേരം. ആദ്യം തന്നെ അട്ടഹസിച്ചിട്ട് കുട്ടികളെ പേടിപ്പിക്കല്ല. അവന്റെ മുഖത്ത് നോക്കുക, എന്നിട്ട് ഒരു കൈ മേലെ വെക്കുക, എന്നിട്ട് നിങ്ങളുടെ ശബ്ദം സോഫ്റ്റനാവണം. അട്ടഹാസം കാട്ടാളന്റെ ഒച്ചയല്ലേ? കാട്ടാളന്റെ ഒച്ചക്ക് സംഗീതത്തിൽ എന്താ പറയാ? കാട്ടാളന് നിഷാദൻ എന്നല്ലേ പറയാ? നിഷാദം. സപ്തസ്വരങ്ങളിൽ താഴ്ന്ന ശബ്ദം ഷഡ്ജം, പിന്നെ ഉയർന്ന ഋഷഭം, ഗാന്ധാരം, മധ്യമം, പഞ്ചമം, ദൈവതം, നിഷാദം. രാവിലെ മക്കൾ എങ്ങനെ വിളിക്കുക? അടുപ്പത്തൊന്നും ആയിട്ടില്ല, ചെക്കൻ എണീറ്റിട്ടില്ല, സ്കൂൾ ബസ് വരേണ്ട സമയമായി. നിഷാദ, മാ നിഷാദ. അരുത് കാട്ടാളാന്നാ നിങ്ങളോടാ പറയാനുണ്ട്. മാ നിഷാദ. കാട്ടാളന്മാരല്ലേ നിങ്ങൾ? മക്കളെ ഇങ്ങനെ വിളിക്കാവോ? മെല്ലെ വിളിക്കുക. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ക്ലാസ്സിൽ പറഞ്ഞപ്പോ ഒരു അമ്മ എഴുന്നേറ്റ് പറയുക, ഞങ്ങൾ ഷഡ്ജത്തിലാ തുടങ്ങുക, പക്ഷെ നിഷാദത്തിലെത്തിയാൽ ഇവൻ എണീക്കുമോ? മനസ്സിലായോ? അതാ. അപ്പോ മെല്ലെ വിളിക്കേ, അവനെ നോക്കി പുഞ്ചിരിക്കേ. മക്കളോട് ഒരു ഗുഡ് മോർണിംഗ് പറയാറുണ്ടോ? സുപ്രഭാതം പറയാറുണ്ടോ? രാവിലെ എണീറ്റ് അസ്സലാം അലൈക്കും പറയാറുണ്ടോ? അന്ന് പറയണ്ടേ? രാവിലെ എണീറ്റ് മൂരീനെ തെളിക്കും പോലെ പോയി വല്ലേക്ക് കുളിക്ക് കക്കൂസ് പോണം, ഇങ്ങനെ തെളിക്കലാണ്. എന്തൊരു പരിപാടിയാണ് അതൊക്കെ! അവൻ സ്വയം ചെയ്യാൻ അറിഞ്ഞൂടെ? നിങ്ങൾ ചെയ്തിട്ട് മാത്രമേ, പറഞ്ഞിട്ട് മാത്രമേ അവൻ ചെയ്യൂ എന്ന് പറയുന്നത് നിങ്ങളുടെ പരാജയമാ. അവൻ സ്വയം ചെയ്യട്ടെ. അതൊന്നും അതിലെല്ലാത്തിലും കയറി ഇടപെടണ്ട. എല്ലാത്തിലും കയറി ഇടപെടരുത്. സ്കൂൾ ബസ് വരേണ്ട സമയമാകുമ്പോഴേക്ക് ചില വീട്ടിൽ നിന്ന് ഒരു അലാറം ഉണ്ട്. എന്റെ ട്രൗസർ ബഹിരാകാശ നിലയത്തിലേക്ക് റോക്കറ്റ് തള്ളിക്കയറ്റും പോലെ തള്ളി അങ്ങ് കയറ്റിയാൽ സമാധാനം. ഇനി നാളെയല്ലേ നോക്കണ്ടു. തെറ്റാണ് നിങ്ങൾ ചെയ്യുന്നത്. ഒരു 5ാം ക്ലാസ്സിൽ എത്തുമ്പോഴേക്ക് ഒരു കുട്ടിക്ക് അവന് പോകുമ്പോ ഡ്രസ്സും അവന്റെ ബാഗും ഇതെല്ലാം അവൻ എടുത്ത് സ്വയം പോകാൻ പഠിപ്പിക്കുക. അവൻ പുറപ്പെട്ട് പോകുമ്പോ മാത്രമേ എന്തെങ്കിലും മറന്നിട്ടുണ്ടോ എന്ന് ചോദിക്കാവൂ. അല്ലാതെ അതെടുത്തിനാ ഇതെടുത്തിനാ ഇങ്ങനെ പറയല്ല. അപ്പൊ എന്താ? അവന് സ്വന്റെ ബുദ്ധി പ്രവർത്തിക്കൂല. അതെല്ലാം അമ്മ ചിന്തിക്കും, അച്ഛൻ ചിന്തിക്കും. പിന്നെ ഞാനെന്തിന്? മനസ്സെന്ത് ചെയ്യും? മനസ്സ് എനർജറ്റിക് ആണ്. എന്തായാലും ഇതിന്റെ ആവശ്യമില്ല. അതാടാ നിൽക്കൂ. അത് ഈ ന്യൂറോണുകളിൽ സർക്കുലേഷൻ ഉണ്ടാവേണ്ടത് സ്വയം ചെയ്യുകയും സ്വയം അന്വേഷിക്കുകയും ചെയ്യുമ്പോഴാണ്. അപ്പോഴാ ബുദ്ധി വികസിക്കുക. എല്ലാം ആരെങ്കിലും ചെയ്തു തരാനുണ്ടോ? പിന്നെ എന്തോ ചെയ്യണോ? ഹിറ്റ്ലറുടെ കാലത്തൊരു കഥയുണ്ട്. ഹിറ്റ്ലറുടെ സദസ്സിൽ ഒരു ചർച്ച. ഒരു കുട്ടി ജനിക്കുമ്പോ അച്ഛനും അമ്മയും ജനിക്കുമ്പോ തന്നെ മനുഷ്യനാണ്. അവനെ ഒന്നും പഠിച്ചിട്ടില്ലെങ്കിലും അവൻ മനുഷ്യനായി വളരും. മറ്റൊരാൾ പറഞ്ഞ ഒന്നുമല്ല, അനുഭവങ്ങളിലൂടെയാണ് അവൻ മനുഷ്യനാകുന്നത്. ജനിക്കുമ്പോൾ മൃഗമാണ്. അപ്പൊ ഹിറ്റ്ലർക്ക് എന്തോ ആവാലോ എന്ന്. ഒരു ജൂത സ്ത്രീ പ്രസവിച്ച ഉടനെ ആ കുട്ടിയെ ആ അമ്മയിൽ നിന്ന് മാറ്റി. ഒരു ഇരുട്ടുമുറിയിൽ, വെളിച്ചവും ശബ്ദവും കേൾക്കാത്ത ഒരു ഇരുട്ടുമുറിയിൽ അടച്ചു. ഭക്ഷണം മാത്രം കൊടുത്തു. എന്നിട്ട് ഇവൻ മനുഷ്യനാവുന്നുണ്ടോ നോക്കാൻ. മനുഷ്യാവകാശ ലംഘനമാണത്. പക്ഷെ ഭീകരമാണെങ്കിലും അന്ന് എത്രയോ ആളച്ചു. ഗ്യാസ് ചേമ്പർ ഇട്ട് ചുട്ടുകൊന്ന ഹിറ്റ്ലർക്ക് എന്താ പറ്റാത്തത്? അങ്ങനെ 10-15 കൊല്ലം ഇവനെ നോക്കാൻ വേണ്ടി ഒരാള്. അയാളോട് ഒന്നും പറയരുത്, ഒരു ശബ്ദം കേൾപ്പിക്കരുത്, ഒരു പ്രകാശം കാണിക്കരുത്, ഭക്ഷണം മാത്രം കൊടുത്തു. അങ്ങനെ 10-15 വർഷം കഴിഞ്ഞിട്ട് ഇവനെ തുറന്നു വിട്ടപ്പോ അവൻ ഒരു സിംഹത്തെക്കാൾ, ഒരു ഹിംസ്ര ജന്തുവിനേക്കാൾ ഭീകരനായിട്ട് വെളിച്ചം കണ്ടപ്പോ ഞെട്ടി നിലവിളിക്കും. ഭയങ്കര ബഹളം, കടിച്ചു കീറുക, മാന്തുക, ഒരു ഇല്ലാതെ അവസാനം വെടിവെച്ച് കൊന്നു. അറിയോ? നിങ്ങളെ മക്കളെ പെറ്റത് കൊണ്ട് മാത്രം അവൻ മനുഷ്യക്കുട്ടിയാവില്ല.
അവന്റെ അച്ഛനും അമ്മയും മനുഷ്യരായതുകൊണ്ട് മാത്രം ഒരു കുട്ടി മനുഷ്യക്കുട്ടിയാവില്ല. മനുഷ്യത്വം എന്ന് പറയുന്നത് നിരന്തരം വളർത്തേണ്ടതാണ്. അതുകൊണ്ട് അവനെ സ്മൈൽ, പുഞ്ചിരിക്കൂ. നിങ്ങൾ പുഞ്ചിരിച്ചാ പോരാ, നിങ്ങളുടെ വീട് പുഞ്ചിരിക്കണം. വീട് എങ്ങനെയാ പുഞ്ചിരിക്കുക? വീടിന്റെ ചുണ്ടെന്താ? മുന്നിലത്തെ വാതിൽ തുറക്കണം. രാവിലെ ഉടനെ വാതിൽ തുറന്നിട്ട് നിങ്ങളുടെ വീടിന്റെ മുന്നിൽ ഒരു അത്ഭുത പ്രതിഭാസമുണ്ട്. അത് നിങ്ങളും നിങ്ങളുടെ മക്കളും ആസ്വദിക്കണം. 300 കോടി രൂപ ചെലവഴിച്ചിട്ടാണ് കൊച്ചിൻ ബിനാലെ ആർട്ടിന്റെ ഇൻസ്റ്റലേഷൻ നടത്തിയത്. 3000 കോടി ചെലവഴിച്ചാൽ ഉണ്ടാക്കാൻ പറ്റാത്തൊരു ഇൻസ്റ്റലേഷൻ നിങ്ങളുടെ എല്ലാം വീട്ടിന്റെ മുന്നിൽ ഫ്രീ ആയിട്ട് ഒരുക്കി തരുന്ന പ്രകൃതിയുടെ അത്ഭുതത്തെ കാണൂ. അതിന്റെ പേര് പ്രഭാതം എന്നാണ്. പക്ഷെ നമ്മുടെ കുട്ടികൾ ഇപ്പം അടുത്ത കാലത്ത് കേരളത്തിൽ പ്രഭാതങ്ങൾ കാണുന്നില്ല. 11-12 മണി വരെ മാന്തിയിരിക്കൂ, 8 മണി വരെ കിടന്നുറങ്ങും. ഇത് തിരുത്തണം. അവന്റെ ഉള്ളിലെ ആർദ്രതയും അവന്റെ ഉള്ളിലെ വെളിച്ചവും ഉണ്ടാക്കാൻ ഏറ്റവും പറ്റിയത് പ്രഭാതമാണ്. എല്ലാ മതങ്ങളിലും എല്ലാ പ്രാർത്ഥനകളിലും പ്രഭാതമുണ്ടല്ലേ? പ്രഭാതം വിടരും, പ്രഭാതം വിടരും, പ്രദോഷം വിടരും, പ്രതീചി രണ്ടും. ശമ്പളം വാങ്ങുന്നത്. അതുകൊണ്ട് പല ആണുങ്ങളും ആണുങ്ങളാണ് കുട്ടികൾക്ക് സ്വഭാവ വൈകൃതം. വർത്താനം പറയണ്ടേ മക്കളോട്? വർത്താനം പറയുമ്പോൾ നിങ്ങളുടെ ബോഡി ലാംഗ്വേജ് ഫോർവേഡിൽ SOF മുന്നോട്ട് കുനിയണം. മുന്നോട്ട് കുനിയണം. നമ്മുടെ ശരീരത്തിലെ സന്ധികൾ
ഒരു സന്ധി ഒഴിച്ച് ബാക്കി എല്ലാം മുന്നോട്ട് മടങ്ങുന്ന കാലിന്റെ മുട്ട് മാത്രമേ പുറകോട്ട് മടങ്ങുന്നുള്ളൂ. അതെന്തിനാ പുറകോട്ട് മടക്കി വെച്ചെന്നറിയോ? മുന്നോട്ട് ഓടാൻ വേണ്ടിയാണ്. ബാക്കിയെല്ലാം മുന്നോട്ട് കുനിയ. എന്നിട്ട് നമ്മള് ഇങ്ങനെ പുറകോട്ട്. അഹന്ത. നമ്മൾ ഹൃദയം തോർന്ന് വർത്തമാനം പറയാ. നമ്മുടെ കണ്ണുകൾ എവിടെയാ നിൽക്കേണ്ടത്? കൃഷ്ണമണി എവിടെയാ നിൽക്കേണ്ടത്? മക്കളോടും ഭാര്യയോടും വർത്തമാനം പറയുമ്പോ കൃഷ്ണമണി മധ്യത്തിൽ നിൽക്കണം. എന്നാ ചില ആള് താഴെ നിൽക്കും, ചില ആള് മേലെ നിൽക്കും. രണ്ടും ഈഗോന്റെ ലക്ഷണ. എന്താടാ നേരം പയ്യ? കൃഷ്ണമണി താഴെ. എത്ര മാർക്ക്? കൃഷ്ണമണി മേലെ. മനസ്സിലായോ? ഇത് രണ്ടും തെറ്റാണ്. നേരെ നിൽക്കുക, നേരെ മുഖത്ത് നോക്കി സംസാരിക്കും, മുന്നോട്ട് കുനി. സ്കൂൾ വിട്ട് വരുമ്പോ എന്താ മോനെ, എന്തല്ല വിശേഷം? സ്കൂൾ വിട്ട് വന്ന ഉടനെ ചില അമ്മമാരുണ്ട്, മുടുക്ക് പൊട്ടിയിട്ടുണ്ടോ, മുണ്ടിൽ ഷർട്ടിൽ ചളിയുണ്ടോ, അയിമൽ വെച്ച് തുടങ്ങാൻ. എന്തിന്? 50 പൈസേന്റെ കുടുക്ക് പൊട്ടിയതിന് 500 രൂപേന്റെ ചീത്ത പറയും ഇല്ലേ? നിങ്ങളെ കുട്ടികളെ കയ്യിൽ നിന്ന് ഒരു 25 രൂപയല്ലേ ഉള്ളൂ ഇപ്പൊ ഒരു ചില്ലി ഗ്ലാസ്സിന്. അതങ്ങാ കുട്ടികളെ കയ്യിൽ നിന്ന് പൊളിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ 2500 രൂപേന്റെ ചീത്ത പറയില്ലേ നിങ്ങൾ? ഒരു വീട്ടിൽ എന്തെങ്കിലും പ്ലേറ്റോ ഗ്ലാസോ പൊളിഞ്ഞ ശബ്ദം കേട്ടിട്ടും അവിടെ ഒരു ബഹളവും ഇല്ല എന്ന് കുറച്ചു നേരം കാത്തിട്ട് ഒരു ബഹളവും ഇല്ലെങ്കിൽ ഉറപ്പിച്ചോളുക, അത് ആ വീട്ടിലെ വീട്ടമ്മേന്റെ കയ്യിൽ നിന്നാ പൊട്ടിയെന്ന്. മാത്രല്ല, ആ പൊട്ടിയതായ ആ സ്ത്രീയുടെ കുറ്റം കൊണ്ടല്ല, ഗ്ലാസിന്റെ കുഴപ്പം കൊണ്ട് പൊട്ടിയത്. നിങ്ങള് അവിടെ കുട്ടികൾ ഇങ്ങനെ സ്കൂൾ വിട്ട് വരുമ്പോ അവരെ സ്വീകരിക്കും. എന്തല്ല ഇന്ന് വീട്ടിൽ സ്കൂൾ വിശേഷം? അവനെല്ലാം പറയട്ടെ, അതിലെല്ലാം കയറി അങ്ങോട്ട് ഇടപെടരുത്. അവൻ രക്ഷിതാക്കളെ, നിങ്ങൾക്ക് പറയാൻ എത്രയാ നാവ്? 1. കേൾക്കാൻ എത്രയാ ചെവി? 2. അപ്പൊ പറയുന്നതിന്റെ ഇരട്ടി കേൾക്കണ്ടേ? നമ്മൾ പറയുന്നതിന്റെ ഇരട്ടി നിങ്ങൾ കേൾക്കണ്ടേ? അതുകൊണ്ട് ഓപ്പൺ ദി ഹേർട്ട്, ഫോർവേഡ് ലീൻ. ഹൃദയം തുറന്ന് വർത്തമാനം പറയാ. നിങ്ങളെ വീട്ടിൽ അച്ഛനും അമ്മയും അമ്മൂപ്പനും അമ്മൂമ്മയും മക്കളും എല്ലാം എത്തുന്ന ഏതാ സമയം? രാത്രി 8 മണിയാണോ 9 മണിയാണോ? ആ സമയത്ത് ഒരു അരമണിക്കൂർ ഇപ്പൊ നിശ്ചയിച്ചു വെക്കുക. ആ സമയത്ത് മൊബൈൽ ഫോണും കയ്യിൽ ഉണ്ടാവരുത്, കയ്യിൽ വെക്കരുത്. കയ്യിൽ വെച്ചാൽ ഇതിൽ പിക്ചർ ട്യൂബ് ഉണ്ട്, കാരണം അങ്ങോട്ടേ നോക്കൂ. നമ്മളെ കുട്ടികൾക്ക് പിക്ചർ ട്യൂബ് ഇല്ലല്ലോ, പുറത്തുനിന്നുള്ള വെളിച്ചത്തിന്റെ റിഫ്ലക്ഷനാ. എന്നാൽ ഇവിടെ ദുൽഖർ സൽമാന് പിക്ചർ ട്യൂബാ. ദുൽഖർ സൽമാനെയും കാവ്യമാധവനെയും നമ്മൾ കാണുന്നത് പിക്ചർ ട്യൂബിന്റെ ലൈറ്റ് കൊണ്ടാ. നമ്മളെ കണ്ണറിയാണ്ടങ്ങ് നോക്കിപ്പോകും, കുട്ടികളെ മുഖത്ത് നോക്കൂല. അതുകൊണ്ട് അതെല്ലാം റൂമിൽ വെച്ച് പൂട്ടുക, ടിവിയും പൂട്ടുക. എന്നിട്ട് ഹൃദയം തുറന്ന് വർത്തമാനം പറയാ. എന്താ വർത്താനം? ദുഷിപ്പായത്. അതാരാ റോഡുമല പോന്ന്? അത് ഗോവിനാട്ടനാ, മഹാവൃത്തിയട്ടവനാട്ടോ. പിന്നെ ആരാ? സഹീർ ഒന്നിനും കൊള്ളൂല. പഞ്ചായത്ത് മെമ്പർ മഹാബദ്ധോ, പഞ്ചായത്ത് പ്രസിഡന്റ് തീരെ പോക്ക, MLA അയ്യോ പോക്ക്, മന്ത്രിമാരെല്ലാം ഭക്ഷണം മാറാ, മുഖ്യമന്ത്രി ഭീകരൻ, പ്രധാനമന്ത്രി അതിലും ഭീകരൻ, എല്ലാരും മോശ. ഒരാളെ ഉള്ളു ലോകത്ത് നല്ലേ, അതാരാ? ഞാൻ മാത്രം. ഇത് കേട്ട് നമ്മുടെ കുട്ടികൾ അടിസ്ഥാനപരമായ ഒരു മനോഭാവം എന്താണെന്നറിയോ? ഐ ആം ഓക്കെ, യു ആർ നോട്ട് ഓക്കെ. ഞാൻ മാത്രം ശരി, നിങ്ങളൊന്നും ശരിയല്ല. ഇത് നമ്മുടെ കുട്ടികളിൽ, പുതിയ തലമുറയിൽ ഭൂരിപക്ഷത്തിനുമുണ്ട്. അതിന്റെ ദുരന്തമറിയോ? മുണ്ടക്കയിലും ചൂരൽമലയിലും ഉരുൾപൊട്ടിയിട്ട് മരിച്ച 400 പേരാ. എന്നാൽ 2024 4219 പേർ മരിച്ചൊരു ദുരന്തം അറിയോ നിങ്ങൾ? ആർക്കും അറിയാവോ? റോഡ് അപകടങ്ങളിൽ. ഈ റോഡ് അപകടങ്ങൾ ഉണ്ടായത് റോഡിന്റെ കുഴപ്പം കൊണ്ടോ വണ്ടീന്റെ കുഴപ്പം കൊണ്ടോ അല്ല, ഓടിക്കുന്ന ആളുടെ കുഴപ്പം കൊണ്ടല്ലേ. കാരണം റോഡ് ഐ ആം ഓക്കെ, യു ആർ നോട്ട് ഓക്കെ, എന്റെതാ. അതിൽ 100-300 പേര് മരിച്ചത് എങ്ങനെയാണെന്നറിയോ? ഞാൻ FIRന്റെ സ്റ്റാറ്റസ് എടുത്ത് പഠിച്ചിട്ടാ പറയുന്നത്. ഈ 4000 ചില്ലറ ആളുകൾ മരിച്ചതിൽ 300 ആള് മരിച്ചത് എതിരെ വന്ന വണ്ടി ഡിമ്മ് കൊടുക്കാഞ്ഞിട്ടാ. കണ്ണ് മഞ്ഞളിച്ചിട്ട് മുന്നിൽ മുറിച്ചു കിടക്കുന്ന ആളെ കാണാതെ കൊണ്ട് അടിച്ചു തെറിപ്പിച്ചിട്ടും പോയി മറിഞ്ഞിട്ടും മതിലിനിടിച്ചിട്ടും. ഈ ഡിമ്മ് കൊടുക്കാൻ കോഴിക്കോട് ടൗണിൽ പോയി വാങ്ങിക്കൊടുക്കേണ്ടതാണോ ഈ ഡിമ്മ്? ഓടിച്ചുകൊണ്ടിരിക്കുന്നവന്റെ കൈ ഇങ്ങനെയാക്കിയ ഡിമ്മാ, ഇങ്ങനെയാക്കിയ ഹെഡാ. കൊടുക്കൂല ഞാൻ ഈ LED ബൾബും വെച്ചിട്ട് ഈ നാട്ടിൽ ഓടുന്നവന്റെ മുഴുവൻ കണ്ണ് മഞ്ഞളിപ്പിക്കും എന്ന് പറഞ്ഞിട്ട് ഓടിപ്പിക്കുന്ന ഭീകരന്മാരാണ് നമ്മുടെ ഡ്രൈവർമാർ മിക്കവരും. എന്തേ? ഐ ആം ഓക്കെ, യു ആർ നോട്ട് ഓക്കെ. ഞാൻ മാത്രം ശരി, നിങ്ങളൊന്നും ശരിയല്ല. ഈ ശരിയിൽ നിന്ന് 6 ശരി ഉണ്ടാവുന്നു.
ഈ 6 ശരിയാണ് ലോകത്തിലെ മുഴുവൻ തെറ്റിനും കാരണം. ഏത് 6 ശരി? 1, ഞാൻ മാത്രം ശരി. 2, എന്റെ ദൈവം മാത്രം ശരി. 3, എന്റെ ജാതി മാത്രം ശരി. 4, എന്റെ മതം മാത്രം ശരി. 5, എന്റെ പാർട്ടി മാത്രം ശരി. 6, എന്റെ രാജ്യം മാത്രം ശരി. ഈ 6 ശരിയിൽ നിന്നാണ് ലോകത്തിൽ എല്ലാ കലാപവും ഉണ്ടാവുന്നത്. 1,19,000 കൊലപാതകങ്ങൾ 2024 ഒറ്റ കൊല്ലം ഈ ഭൂമിയിൽ നടന്നു. അറിയോ? 1,19,000 കൊലപാതകങ്ങൾ. വലിയ നേതാവാണ്, വലിയ ദൈവത്തിന്റെ സ്വന്തം പ്രതിപുരുഷനാണ്, ആയിരക്കണക്കിന് ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്ന ആളാണ് ഹെഗ്ഡെ. ഒരു ദിവസം 15,000 20,000 ഭക്ഷണം കൊടുക്കുന്ന. പക്ഷേ 600 ആളെ കൊന്നു കുഴിച്ചിട്ടു ധർമ്മസ്ഥലയിൽ. കേട്ടില്ലേ? ഞാൻ മാത്രം ശരി, എല്ലാ പെണ്ണും എനക്കുള്ളതാ. എന്തൊരു ഭീകരതയാണ്! എന്തൊരു ഭീകരതയാണ്! ഇന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലെല്ലാം ചർച്ച അതാ, ഇന്ത്യയിൽ നടക്കുന്ന ഭീകരതയെ പറ്റിയിട്ട്. എന്റെ മതം മാത്രം, എന്റെ ദൈവം മാത്രം, എന്റെ ജാതി മാത്രം, എന്റെ രാജ്യം മാത്രം ശരി. അതുകൊണ്ട് ആ മനോഭാവം വീട്ടിൽ നിന്നുണ്ടാക്കുന്ന ഞാനും ശരി നിങ്ങളും ശരി, നമ്മുടെ കുട്ടികളുടെ മനോഭാവം ഒന്നിക്കൽ ഐ ആം ഓക്കെ യു ആർ നോട്ട് ഓക്കെ, അല്ലെങ്കിലോ ഐ ആം നോട്ട് ഓക്കെ യു ആർ ഓക്കെ. എന്തെങ്കിലും പറഞ്ഞാൽ എന്നെയൊന്നിനും കൊള്ളൂല, നിങ്ങൾ വലിയ ആള്. മൂന്നാമത്തത് ഐ ആം നോട്ട് ഓക്കെ യു ആർ നോട്ട് ഓക്കെ, ഞാനും പോക്ക നിങ്ങളും പോക്ക. ഇവരാ ഈ കഞ്ചാവിനും മയക്കുമരുന്നിന് അടിമയാവുന്ന ആളുകളെല്ലാം ഈ മനോഭാവക്കാരാ. ഐ ആം നോട്ട് ഓക്കെ യു ആർ നോട്ട് ഓക്കെ, ഞാനും പോക്ക നിങ്ങളും പോക്ക. നാലാമതൊരു മനോഭാവമുണ്ട്. ആ മനോഭാവമാണ് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടത്. ഐ ആം ഓക്കെ യു ആർ ഓക്കെ. പരുക്കനാണ് ഈ ലോകം, പക്ഷേ ആരാമങ്ങളുമുണ്ടിവിടെ. പരുക്കനായി ഈ ലോകത്ത് പൂന്തോട്ടങ്ങളുമുണ്ട്. സുഗതകുമാരിയുടെ വരിയാണ്. ഈ ലോകത്ത് ഒരു പല പ്രശ്നങ്ങളുണ്ട്, പ്രശ്നങ്ങളെക്കാൾ നന്മയില്ലേ? നന്മയാ കൂടുതൽ, പക്ഷെ ആരും കാണുന്നില്ല. നമ്മൾ ഈ ശരീരം എപ്പോഴും നമ്മൾ നെഗറ്റീവ് അല്ലേ? നമ്മൾ പാടി പഠിച്ചത് നരനായി ഇങ്ങനെ ജനിച്ചു ഭൂമിയിൽ നരകവാരീതി നടുവിൽ ഞാൻ എന്നല്ലേ നമ്മൾ പാടിപ്പിച്ച്. എന്തൊരു വൃത്തികെട്ട പ്രാർത്ഥനയാണത്! ഈ നരകത്തീ തന്നെ കരകറ്റിയിടേണം തിരുവൈക്കം വാഴും ശിവശംഭോ. ദേവി ഇതിട്ട് ആ പ്രാർത്ഥന മക്കളെ പഠിപ്പിക്കല്ല. പിന്നെന്താ പഠിപ്പിക്കണ്ടേ? ഈ നിത്യഹരിതയം ഭൂമിയിലല്ലാതെ മാനസ സരസുകളുണ്ടോ? ചന്ദ്രികയുണ്ടോ? സ്വപ്നങ്ങളുണ്ടോ? സ്വർണമരാളങ്ങളുണ്ടോ എന്ന് പാടിക്കൊടുക്കും. ഈ നമ്മുടെ ശരീരം തന്നെ നോക്കിയാട്ടെ, എന്തൊരു ഔചിത്യവും കരുതലുമാണ്. ഈ ശരീരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട അവയവം ഏതാണെന്ന്, ഏറ്റവും അപ്രധാനമായ അവയവം ഏതാണെന്നും പ്രകൃതി നമുക്ക് കാണിച്ചു തന്നില്ലേ? എല്ലില്ലാണ്ട് വെറും ഇറച്ചി മാത്രമാക്കി വെച്ചിരിക്കുന്ന വയറ്. അപ്പൊ ഈ ചോറാണോ പ്രധാനമെന്ന് നമ്മുടെ ശരീരത്തിൽ നോക്കിയാൽ മനസ്സിലാവൂലേ? മനുഷ്യൻ ഏത് ചോറാ പ്രധാനം? ആ തലയൊട്ടിക്ക് തൊട്ട് താഴെയല്ലേ കണ്ണും കാതൊക്കെ വെച്ചിരിക്കുന്നത്. അതിന്റെ ഒരു ഔചിത്യം നോക്കിയാട്ടെ. ഈ പുറത്തുള്ള പ്രകാശം നമ്മുടെ ഇതിന്റെ ഉള്ളിലൂടെ കയറിയിട്ട് റെറ്റിനയിൽ പതിച്ചിട്ടല്ലേ നിങ്ങൾ എന്നെ കാണുന്ന, ഞാൻ നിങ്ങളെ കാണുന്നത്. ഈ കണ്ണിന്റെ കോശങ്ങൾ എല്ല് പോലെ ഉറപ്പുള്ള കോശങ്ങളായിരുന്നുവെങ്കിൽ ഈ പ്രകാശം ഉള്ളിൽ കിടക്കുവോ? അതുകൊണ്ട് വളരെ മൃദുലമായ കോശങ്ങൾ, സുതാര്യമായ കോശങ്ങൾ കൊണ്ടാണ് കണ്ണിന്റെ ലെൻസും ഒക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് അതിൽ ചെറിയ പൊടി തട്ടിയാൽ പോലും മുറിവേൽക്കും. അതുകൊണ്ടാണ് ആ കണ്ണ് രണ്ട് നെറ്റീൻ്റെ എല്ലും കവിളലിൽ ഉയർത്തിയിട്ട് 2 കുഴി കൊണ്ടുപോയി വെച്ച് തന്നത്. എന്തെങ്കിലും വന്ന് അടിച്ചാൽ കണ്ണിനൊന്നും പറ്റരുത്. ആ കണ്ണിലേക്ക് മേലേന്ന് പൊടി വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് 2 കണ്ണിന്റെ മേലെ സൺഷെയ്ഡ് പുല്ല് വെച്ച് പിടിപ്പിച്ചു തന്നേ. പുരികോ കുട്ടികളോട് പറയണം, അത് പൊരിച്ചു മാറ്റിയിട്ട് വരച്ചുണ്ടാക്കാനുള്ളതല്ല, പൊടി താഴോട്ട് വീഴാതിരിക്കാൻ. ആ കണ്ണിൽ പൊടി വീഴാതിരിക്കാൻ നമ്മുടെ കൈ കൊണ്ട് തടയാൻ സമയമില്ല. ഓട്ടോമാറ്റിക് ഷട്ടർ പിടിപ്പിച്ചു തന്നില്ലേ? ലോകത്തിൽ ആദ്യത്തെ ഓട്ടോമാറ്റിക് ഷട്ടർ കൺപോളയാ. അഥവാ എന്തെങ്കിലും പൊടി അതിൽ പോയിട്ടുണ്ടെങ്കിൽ കൊണ്ടുപോയിട്ട് പൈപ്പിന്റെ അടുത്ത് പോയി വെള്ളം ഒഴിച്ച് കഴുകാൻ സമയമില്ല. അതിന് മുമ്പ് തന്നെ വെള്ളം ചീറ്റിയിട്ട് ഒഴുക്കി തരുന്ന ഔചിത്യം നോക്കൂ. കണ്ണീരൊഴുക്കിയിട്ട് അതിനെ ഒലിപ്പിച്ച് കളയുന്നില്ല. അപ്പൊ തന്നെ കണ്ണീര് വരട്ടെ നമ്മൾ തീരുമാനിച്ചിട്ടാ കണ്ണീര് വരുന്നത് അല്ലല്ലോ.
ഈ ചെവി നോക്കിയിട്ട് രണ്ട് ഭാഗത്ത് വെച്ചതിരിക്കുന്നത് രണ്ട് ഭാഗത്തുള്ള ശബ്ദതരംഗങ്ങളെ സ്വീകരിക്കാനാ. മുമ്പൊന്ന് വരുന്നുണ്ടെങ്കിൽ അതിനെ തട്ടി തടഞ്ഞിട്ട് ഉള്ളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പപ്പടം കാച്ചിയ പോലത്തെ ചെവി വെച്ചത്. മനസ്സിലായോ? ഈ ചെവി ഇങ്ങനെ ചുളുക്കി മടക്കി വെച്ചെന്തിനാന്നറിയോ? അത് അബദ്ധമല്ല. ഏടുന്ന് ശബ്ദതരംഗം വന്നാലും ഇതിൽ ആടുന്നു ഏടുന്നു തട്ടിയിട്ട് ഈ കുയിലെത്തിക്കൂ. അതാണ് ചെവിയുടെ ഘടനയുടെ എഞ്ചിനീയറിംഗ്. അതാ ഈ വായക്ക് തൊട്ട് മേലെ മൂക്ക് പിടിപ്പിച്ചു. എന്തിനാ? ഈ തിന്നുന്ന സാധനം കെട്ടതാന്ന് അറിയണ്ടേ? മൂക്ക് പിന്നിലാണെങ്കിൽ ഇത് വാരിയിട്ട് ഇവിടെ മണപ്പിച്ചിട്ട് തിന്നാൻ പറ്റൂ. ഇവിടെ എത്തുമ്പോ തന്നെ ഇത് ഇന്നലത്തെ പോയിന് എന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കാലോ അല്ലേ? ഇതെന്തെല്ലാം എന്ത് നല്ലതാണ് ഈ ലോകം. ഇതെല്ലാം വെച്ചിട്ടാ നമ്മൾ നരകവാരീതി നടുവിൽ ഞാൻ പാടുന്നു. അതുകൊണ്ട് പോസിറ്റീവ് ആവുക, ബി പോസിറ്റീവ്. മനസ്സിലായോ? എല്ലാം നല്ലതാണ്. ഓപ്പൺ ദി ഹെഡ്, ഹൃദയം തുറന്ന് വർത്തമാനം പറയുക, നല്ല കാര്യങ്ങൾ സംസാരിക്കൂ, ഫോർവേഡ് ലീൻ, മുന്നോട്ട് കുനിയൂ. പഞ്ചായത്ത് പ്രസിഡന്റിന്റെ കൊച്ചുമോൻ വീട്ടിൽ വന്നു. പ്രസിഡന്റിന് കുട്ടീനെ എടുക്കണമെന്നുണ്ട്, പക്ഷെ പ്രസിഡന്റാ, കുനിയൂല. ഞാൻ വാ മോനെ, കുഞ്ഞ് എടുക്കാൻ പറ്റുമോ? നമ്മൾ കുട്ടിയിലേക്ക് താണാലേ കുട്ടി നമ്മളിലേക്ക് ഉയരൂ. പിടികിട്ടിയോ? ഫോർവേഡ് ലീൻ. നമ്മൾ കുട്ടിയിലേക്ക് താഴൂ. നമ്മൾ ഈഗോ എല്ലാം മാറ്റി വെക്കൂ. നമ്മൾ പലതും ആയിരിക്കാം. വലിയ പൈസക്കാരനായിരിക്കാം, കച്ചവടക്കാരനായിരിക്കാം, പ്രൊഫസറായിരിക്കാം, പോലീസായിരിക്കാം. അതെല്ലാം വീട്ടിൽ കയറുമ്പോൾ ചെരുപ്പ് അയച്ചിടും പോലെ നമ്മുടെ ഈഗോ അയച്ചടയിടുക, എന്നിട്ട് അത് കയറുക. ആടെ വെറും അച്ഛൻ, വെറും അച്ഛൻ, വെറും അമ്മ. അതാ അടുത്തത്. ടച്ച്. തൊടണം മക്കളെ. മക്കളെ തൊടണം. അവരുടെ വൈകാരികമായ ഒരു പക്വത എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട് കേട്ടോ. കുട്ടികൾക്ക് 7 കോഷ്യന്റ് വളരണം അവര് മുതിർന്നു വരുമ്പോഴേക്ക്. ഒന്ന് ഈ IQ, ഇന്റലിജൻസ് കോഷ്യന്റ്, അതാണ് സ്കൂളിൽ നിന്ന് പഠിപ്പിക്കുന്ന ക്ലാസ്. രണ്ടാമത്തെ EQ ആണ്, ഇമോഷണൽ കോഷ്യന്റ്. അവർക്ക് ചിരിക്കാനും കരയാനും ദേഷ്യം വരാനും ഒക്കെ കഴിയും വേണം. ദേഷ്യം വരാൻ പാടില്ലാത്തടത്ത് ദേഷ്യം വരാൻ പാടില്ല എന്നും അറിയണം, പ്രതികരിക്കാൻ അറിയണം. അതുണ്ടാവുന്നത് വികാരങ്ങളുടെ ബഹിർസ്ഫുരണം ത്വക്കിലല്ലേ. കണ്ണും മൂക്കും നാക്കും കാതും ഒക്കെ പഞ്ചേന്ദ്രിയങ്ങളാ, പക്ഷെ ത്വക്കിലാണ് വികാരം. നമുക്ക് എന്തെങ്കിലും ഒരു വളരെ നല്ല സന്തോഷമുള്ള ഒരു അനുഭവമോ നല്ലൊരു പാട്ടോ അല്ലെങ്കിൽ ഒരു ഭയമോ ഒക്കെ ഉണ്ടാകുമ്പോൾ നമ്മുടെ രോമകൂപങ്ങളെല്ലാം ഇങ്ങനെ കിഴങ്ങിന് കുതിരി കൂട്ടിയ പോലെ പൊങ്ങി വരൂലേ. അതിനാണ് രോമാഞ്ചം എന്ന് പറയുക അല്ലേ. ഇനി രോമം ഇല്ലാത്ത ആൾക്ക് തോലാഞ്ചം ഉണ്ടാവും അല്ലേ. ഇവിടെ സ്പർശനം പ്രധാന ഘടകമാണ്. മക്കളെ എല്ലാ ദിവസവും ഒരു നേരെങ്കിലും അമ്മയും അച്ഛനും ഒന്ന് തൊടണം. അത് +2 പഠിക്കുന്നവരെ ഒന്ന് തൊടണം. എങ്ങനെ? വെറുതെ ഇങ്ങനെ തൊട്ടുപാച്ചിലെ കളിയല്ല, ഒന്ന് ചുമലിൽ കൈവച്ചാൽ മതി. ഏത് കുരുത്തം കെട്ട കുട്ടിയെയും പൂച്ചേനെ പോലെ അനുസരിപ്പിക്കാൻ ഞാനൊരു സൂത്രം പറഞ്ഞു തരട്ടെ. പുറത്ത് മാന്തി കൊടുത്താൽ മതി. പുറം ചൊറിഞ്ഞാൽ കുട്ടി ഭയങ്കര ഇഷ്ടാ. പുറം കണ്ടുപിടിച്ച് തന്നെ ചൊറിയാനാന്നാ വൈക്കം മുഹമ്മദ് ബഷീർ പറഞ്ഞു. കൈകൊണ്ട് കാലുകൊണ്ട് തലയുണ്ടല്ലോ എന്തെല്ലാം ഉപകാരമുണ്ട്. പുറം കൊണ്ട് ആകെ കണ്ടക്ടർമാർക്ക് ചാരി നിൽക്കാനല്ലാതെ ഒരു ഉപകാരം ഇല്ലാത്ത സാധനം ഈ ബത്രിയാവിൾ ഇന്ത്യ പുറത്തിന് പോകുന്നു. അതുകൊണ്ട് ടച്ച്. അവരുടെ കയ്യിൽ, ശരീരത്തിൽ കൈവച്ചിട്ട് രാവിലെ വിളിക്കാവൂ. അവർക്ക് ഷെയ്ക്ക് ഹാൻഡ്, ഒന്ന് കെട്ടിപ്പിടിച്ചൂടെ, ഒന്ന് മൂർദാവിൽ മുകർന്നുകൂടെ. വാത്സല്യം എന്ന വാക്കിന്റെ അർത്ഥം അറിയാവോ നിങ്ങൾക്ക്? വാത്സല്യം എന്ന വാക്കുണ്ടായത് വത്സം എന്ന വാക്കിൽ നിന്നാണ്. വത്സം എന്ന വാക്കിനർത്ഥം നെഞ്ചിന. വാത്സല്യം എന്ന് പറഞ്ഞാൽ നെഞ്ചോട് ചേർത്ത് പിടിക്കല, അല്ലാതെ അൽഫാമും കിൻഡർ ജോയിയും കൊണ്ട് കൊടുക്കലല്ല. ചേർത്ത് പിടിക്കൂ, തൊടണം. അത് നിങ്ങൾ നിങ്ങളുടെ മക്കളെ തൊട്ടാ പോരാ, നിങ്ങളുടെ അച്ഛനമ്മമാരെ നിങ്ങൾ പോയി തൊടുന്നത് അവർ കാണണം. നിങ്ങളുടെ അച്ഛനമ്മമാർക്ക് ഭക്ഷണവും പത്രവും മരുന്നും കൊടുത്താൽ പോരാ, അവരെ നിങ്ങൾ കാല് തടവി കൊടുത്തിട്ടും കൈയിലെ ഞൊട്ട് പൊട്ടിച്ചു കൊടുത്തിട്ടും അല്ലെ, അവരുടെ മുടി ഒന്ന് ചീകി കൊടുത്തിട്ടും പുറം ഒന്ന് ചൊറിഞ്ഞു കൊടുത്തിട്ടും ഒക്കെ അടുത്തിരിക്കുന്ന മക്കൾ കാണട്ടെ. പരസ്പരം തൊട്. ഭാര്യയും ഭർത്താവും തൊടലുണ്ടോ? ഇരുട്ടത്തല്ല, വെളിച്ചത്തിൽ തൊടലുണ്ടോ? മക്കളുടെ മുമ്പിൽ അച്ഛനും അമ്മയും അടുത്തിരുന്ന് വർത്തമാനം പറയണ്ടേ? അതെന്തോ തെറ്റായ മട്ടാ. നിങ്ങളെന്നാ കളിക്കുന്ന പിള്ളേർ കാണൂലേ ചുമലിൽ കൈവച്ചാൽ? പിള്ളേർ കണ്ടാലത്തെ ഇതെന്താ അവിഹിത? കല്യാണം കഴിച്ചല്ലേ, കുട്ടിയൊക്കെ അത് ഇഷ്ടാ. അച്ഛനും അമ്മയും അടുത്തിരുന്ന് നല്ല സ്നേഹത്തോടെ സംസാരിക്കുന്ന അച്ഛനമ്മമാരെ കാണുന്ന കുട്ടികൾക്ക് നല്ല മനസ്സുണ്ടാവും. അച്ഛനമ്മയും, പക്ഷെ മിക്ക വീട്ടിലും അച്ഛനും അമ്മയും കീരിയും മോക്കനും പേടിപ്പിക്കലാണ്. ഭയങ്കര സ്നേഹമെല്ലാം ഉണ്ടാവും, പക്ഷെ പുറത്ത് പ്രകടിപ്പിക്കാൻ അറിയും. നമ്മൾ മലയാളികൾ നോക്കിയിട്ട് കല്യാണം വരെ ദിവസം 3 നേരം I love you ഒന്ന് വാട്സപ്പിൽ അയക്കും.
കല്യാണം കഴിഞ്ഞിട്ട് ഒരു തവണ പറഞ്ഞിനാ ഐ ലവ് യു, ഐ ലൈക്ക് യു എന്ന് പറഞ്ഞിനാ? എന്താ കല്യാണം കഴിഞ്ഞാൽ പറയാൻ പാടില്ലേ? ഈ പ്രേമം എന്ന് പറഞ്ഞാൽ വിവാഹം മുതൽ ആരംഭിച്ച് മരണം വരെ പുഷ്പിക്കേണ്ടതാണ്. എന്താ വിവാഹം കഴിഞ്ഞാൽ ഐ ലവ് യു പറയാത്തതെന്ന് കഴിഞ്ഞ ദിവസം കുന്നംകുളത്തൊരു ക്ലാസ് എടുക്കുമ്പോ ഞാൻ ചോദിച്ചപ്പോ ഒരാൾ എണീറ്റെന്ന് പറയാ, കല്യാണം കഴിഞ്ഞാൽ എന്താ ഐ ലവ് യു പറയാത്തതെന്ന് അറിയോ സാറേ? എന്താ, ഇലക്ഷൻ കഴിഞ്ഞാൽ പിന്നെ പ്രചരണം വേണ്ടല്ലോ എന്നാണ്. ഇലക്ഷൻ കഴിഞ്ഞ പ്രചരണമായി ഐ ലവ് യു. അതുകൊണ്ട് നിങ്ങൾ തൊടുക, കുടുംബങ്ങൾ തമ്മിൽ, സുഹൃത്തുക്കൾ തമ്മിൽ ഒന്ന് ടച്ച്, SOFTIയിലെ അടുത്തത് ഈ ഐ കോണ്ടാക്ട്, കണ്ണിൽ നോക്കി വർത്തമാനം. ഞാനിപ്പോ ഈ ക്ലാസ് എടുക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന ഊർജം ഞാൻ രാവിലെ തിന്ന 2 കഷ്ണം വിട്ടൊന്നുമല്ല. എനിക്ക് ഊർജം കിട്ടുന്നത് നിങ്ങൾ എൻ്റെ കണ്ണിൽ നോക്കുന്നത് കൊണ്ടാണ്. നിങ്ങൾ എൻ്റെ കണ്ണിൽ നോക്കുന്നത് കൊണ്ട് നിങ്ങൾ ഞാൻ പറയുന്നത് കേൾക്കുന്നു എന്ന് എൻ്റെ വിശ്വാസമാണ്. കണ്ണാണ് നമ്മുടെ പേഴ്സണാലിറ്റിയുടെ പ്രധാനപ്പെട്ട കേന്ദ്രം. നിങ്ങൾ വിദേശത്ത് പോകുമ്പോൾ കരിപ്പൂർ എയർപോർട്ടിൽ ചെന്നാൽ, ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെന്റിൽ ചെന്നാൽ കണ്ണിന്റെ ഫോട്ടോ എടുക്കുക, തിരിച്ചിറങ്ങുമ്പോൾ കണ്ണിന്റെ ഫോട്ടോ എടുക്കുക. അവർക്ക് പാസ്പോർട്ടിനേക്കാൾ വില കണ്ണാണ്. ആ കണ്ണിലെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും ആർദ്രതകളും ഒക്കെ കാണണം മക്കളുടേത്. മക്കളുടെ കണ്ണിൽ നോക്കാത്തോണ്ടാ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ദുര്യോധനാദികൾ വഷളന്മാരായതെന്താ? അവരൊന്നും മോശക്കാരായിരുന്നില്ല, നല്ല കുട്ടികളായിരുന്നു. എന്തായിരുന്നു മൂത്തവന്റെ പേര്? ദുര്യോധനൻ എന്നല്ല. ദുര്യോധനന്റെ പേര് ദുര്യോധനൻ എന്നായിരുന്നില്ല, സുയോധനൻ എന്നായിരുന്നു. സുയോധനൻ ദുഷിച്ച് ദുര്യോധനായതാ. സു എന്ന് പറഞ്ഞാൽ നല്ലതെന്നല്ലേ? സു എന്ന് പറഞ്ഞ ഭാഷയിൽ നല്ലത് എന്നാണ്. സുസ്മിതം, നല്ലായി പുഞ്ചിരിക്കുന്നവർ. സു എന്ന് നല്ലതാന്ന് എൻ്റെ പേര് സുരേഷ് ബാബു ആയതുകൊണ്ട് പറഞ്ഞാന്ന് വിചാരിക്കണ്ട, മനസ്സിലായോ? പക്ഷെ ദുഷിച്ച് ദുര്യോധനായി, ദുഷിച്ച് ദുശാസനായി, ദുഷിച്ച് ദുശേനായി. എന്തേ? അച്ഛന് ജന്മനാ കണ്ണ് കാണൂല, അമ്മക്ക് കണ്ണ് കാണൂലേ? ഭർത്താവ് അന്ധനാന്നുള്ള വിവരം കല്യാണ പന്തലിൽ കയറിയപ്പോഴാ ഗാന്ധാരി അറിയുന്നത്. ദേഷ്യം വന്നിട്ട് അപ്പൊ തന്നെ മന്ത്രകോടി എടുത്ത് കണ്ണ് കെട്ടി ശപഥം ചെയ്തു, തന്റെ ഭർത്താവ് കാണാത്ത ലോകം ഇനി ഞാനും കാണൂല. 100 ആണിനെ പെറ്റു, ഒരു പെണ്ണിനെയും പെറ്റു. അമ്മയുടെ കണ്ണ് ഭർത്താവിന് മാത്രമുള്ളതല്ലോ, മക്കൾക്കും അവകാശമില്ലേ? ഒരു മക്കളെയും അമ്മയും കണ്ടില്ല, അച്ഛനും കണ്ടില്ല. 100 യുദ്ധക്കളത്തിൽ പടഞ്ഞു മരിച്ചു. ഈ അച്ഛനമ്മമാർ മരിച്ചപ്പോൾ ഒരു ചിതക്ക് തീ കൊളുത്താൻ ഒരു മകം ബാക്കിയായോ? അവസാനം പുത്രദുഃഖത്താൽ കാട്ടിലേക്ക് ഓടിപ്പോയിട്ട് കാട്ടുതീയിൽപ്പെട്ട് പച്ചക്ക് വെന്ത് മരിക്കേണ്ടി വന്നു. എന്താ? മക്കളെ നോക്കിയില്ല. ഭർത്താവിന് കണ്ണ് കാണൂല്ലെങ്കിൽ ഭാര്യ ഭർത്താവിന്റെ കണ്ണാവണ്ടേ? പഴയ ഒരു സിനിമാ പാട്ട് ഓർമ്മ വരുന്നു. കണ്ണ് കാണാത്ത ഭർത്താവും കണ്ണ് കാണുന്ന ഭാര്യയും കൂടി പാടിയ ഒരു പാട്ടില്ലേ? കൺമണി നീയൻ കരം പിടിച്ചാൽ കണ്ണുകളെന്തിനു വേറെ, എനിക്ക് കണ്ണുകളെന്തിനു വേറെ. ഭാര്യ എന്താ പാടിയത്? കാണാനുള്ളത് കരളിൽ പകരാൻ ഞാനുണ്ടല്ലോ ചാരെ, കണ്ണായി ഞാനുണ്ടല്ലോ ചാരെ. കണ്ണിൽ നോക്കൂ. SOFTEIയിലെ അടുത്തത് N, നോഡിങ്. എന്താ നോഡിങ്? പരസ്പര ബഹുമാനത്തിന്റെ ബോഡി ലാംഗ്വേജ് ആണ് നോഡിങ്, തലകുലുക്കൽ. ശരിയാ, സമ്മതിച്ചു കൊടുക്കും. മക്കളോ ഭാര്യയല്ലെന്ന് പറഞ്ഞാൽ ഒന്ന് സമ്മതിക്കൂല, നമ്മൾ പറ്റൂല. മക്കളെ മുന്നിൽ പരസ്പരം അംഗീകാരം വേണം. അവരെ അംഗീകരിക്കൂ. അവർ ചെയ്തത് നല്ല മാർക്ക് വാങ്ങിയ നന്നായടാ, നന്നായി മോനെ എന്നൊന്ന് പറയോ? അച്ഛാ എനിക്ക് +2 ഫുൾ A+ ഉണ്ട് അച്ഛാ. അപ്പൊ അച്ഛൻ ഇനിയിപ്പോ ഡിഗ്രിക്ക് ചേരണല്ലോ, അതിനിപ്പം പൈസ ഇടുന്ന ഇയാളെ കുറൊറ്റ അടി വെച്ച് കൊടുക്കണ്ടേ? അതല്ല പിന്നെയല്ലേ നന്നായിടാന്ന് പറഞ്ഞൊന്ന് കെട്ടിപ്പിടിക്കാൻ ഇഷ്ടമില്ലാഞ്ഞിട്ടൊന്നുമല്ല, നമ്മക്ക് ശീലമില്ല. ഒന്ന് കെട്ടിപ്പിടിച്ചൂടെ നമുക്ക്? നമ്മളെ മക്കളല്ലേ, പിന്നെ അടുത്ത ജന്മത്തിലാ കെട്ടിപ്പിടിക്കുക. തലകുലിക്ക്, സമ്മതിക്ക്, പരസ്പരം ബഹുമാനിക്ക്. നിങ്ങളുടെ വീട്ടിൽ ഡെമോക്രസി ഇല്ല. ഡെമോക്രസി എന്ന് പറഞ്ഞാൽ പഞ്ചായത്ത് മെമ്പറെയോ MLAനെയും MP-നെയും വോട്ട് ചെയ്ത് ജയിപ്പിക്കുന്നതല്ല. മനുഷ്യക്കൂട്ടങ്ങൾ ഒരുമിച്ച് ചേരുന്നതിന്റെ രസതന്ത്രമാണ് ഡെമോക്രസി. പരസ്പരം ബഹുമാനിക്കാനും അംഗീകരിക്കാനുള്ള
ഹൃദയവിശാലത കാണിക്കുക. അപ്പൊ നോഡിങ്, തലകുലിക്ക് സമ്മതിക്കുക. അപ്പോ സ്മൈൽ, ഓപ്പൺ ഹെഡ്, ഫോർവേഡ് ലീൻ, ടച്ച്, ഐ കോണ്ടാക്ട്, നോഡിങ്, സോഫ്റ്റൻ യുവർ കമ്മ്യൂണിക്കേഷൻ. പിടികിട്ടിയോ? അതിലൂടെ നിങ്ങളുടെ വീട്ടിലെ നമ്മുടെ മക്കളുടെ മനസ്സ് നല്ല പ്ലസന്റ് ആയ ഒരു മനസ്സുണ്ടാവും. ആ മനസ്സ് രൂപപ്പെടുമ്പോൾ ശരീരം മനസ്സിന്റെ മേലെ നിൽക്കും. ഇപ്പൊ നമ്മുടെ കുട്ടികൾക്ക് ചെറുപ്പത്തിൽ മനസ്സ് ഭയങ്കര, ലൈബ്രറി പോകുന്നു, പുസ്തകങ്ങൾ വായിക്കുന്നു, അസൈൻമെന്റ് ഉണ്ടാക്കുന്നു, പ്രൊജക്ട് ഉണ്ടാക്കുന്നു. എന്തൊരു സ്മാർട്ടാ നമ്മുടെ LP യിലും UP യിലും കുട്ടികൾ. പക്ഷെ 8-ലെത്തുമ്പോഴേക്ക് ഒരു പ്രശ്നം വരും. എന്താ? പെൺകുട്ടികളിൽ അണ്ടോൽപാദനം നടക്കും. അതൊരു പ്രകൃതി നിയമമാണ്, അത് തെറ്റല്ലല്ലോ. എന്താ? കൗമാരം ആരംഭിക്കും. ഈ കൗമാരം ചെമ്പകപ്പൂ മുട്ടിനുള്ളിൽ വസന്തം വന്നു, കരളിലെ ഇളം കൊമ്പിൽ ചന്ദനക്കിളി അടക്കം ചൊല്ലാൻ തുടങ്ങും. ഇതൊരു തെറ്റല്ല. ആ കാമവികാരങ്ങൾ ഉണ്ടായത് കൊണ്ടാണല്ലോ നമുക്ക് മക്കളുണ്ടായത്. അപ്പൊ നമ്മളിൽ നിന്നാണല്ലോ അവർക്കത് കിട്ടിയത്. അതൊരു മനഃശാസ്ത്രമാണ്, അതൊരു ജൈവിക ശാസ്ത്രമാണ്. ഈ സമയത്ത് അവന്റെ ശരീരം സ്ട്രോങ് ആവും, മനസ്സ് ലഘുവാവും. ആമയും മുയലും പന്തയം വെച്ച കഥ കേട്ടിട്ടില്ലേ? മുയല് കുതിച്ചോടി തിരിഞ്ഞു നോക്കുമ്പോ ആമ വളരെ പിറകിൽ നിന്ന് വരിക. ഞാൻ എത്ര നേരത്തെ പോയാലും ഒരു ട്രോഫിയല്ലേ കിട്ടാൻ പോകുന്നുള്ളൂ, പിന്നെ എന്തിനു ഞാൻ തിരക്ക് കൂട്ടുന്നു, ഒന്ന് വിശ്രമിച്ചു പോവാം. വിശ്രമിച്ച് ഉറങ്ങിപ്പോയി. ഉറക്ക് തെളിയുമ്പോ ആമ പോയിട്ട് സമ്മാനം വാങ്ങി വരുന്നു. എന്നിട്ട് അധ്യാപകർ നമ്മളെ പഠിപ്പിച്ചു, പരിശ്രമശാലികൾ വിജയിക്കും, അലസന്മാർ പരാജയപ്പെടും. കഥ എവിടെ തീരുന്നോ? പക്ഷെ ആ കഥയെ നമുക്കൊന്ന് മാറ്റി വായിക്കാം. പുനർവായന. ശരീരം ആമയും മനസ്സും മുയലുവാ. നമ്മുടെ കുട്ടികളുടെ ശരീരം മെല്ലെ വളരൂ. ഒരു പശു പ്രസവിച്ച പശുക്കുട്ടി 1/2 മണിക്കൂർ കൊണ്ട് എണീറ്റോടും. നമ്മളെ മക്കളോ 1/2 മണിക്കൂർ കൊണ്ട് ഓടിയോ? 6 മാസമായിട്ടില്ലേ ദോശ മറിച്ചിടെ കുമ്പിടായ? 6 മാസമായിട്ടില്ലേ? പല കുറി വീഴുമ്പോൾ നടക്കാൻ പഠിക്കും, പലവട്ടം കരയുമ്പോൾ ചിരിക്കാൻ പഠിച്ച് LKG അംഗനവാടിയിൽ അയക്കുമ്പോൾ 3 വയസ്സാവും. 3-ാമത്തെ വയസ്സിൽ ആ പശുക്കുട്ടീനെ ചെന്ന് നോക്കട്ടെ. പ്രസവിച്ചിട്ടൊരു അമ്മയായിട്ടുണ്ടാവും ഇല്ലേ 3-ാമത്തെ വയസ്സിൽ. നമ്മുടെ കുട്ടിയോ? ഇവിടെ 10ാം ക്ലാസ് ഇല്ലേ? 10ാം ക്ലാസ്സിലെ പെൺകുട്ടികളുടെ അമ്മമാര് ചിന്തിച്ചു നോക്കട്ടെ, ഈ പെൺകുട്ടി ഒരു പശു ആയിരുന്നെങ്കിൽ 12 പെറ്റിട്ടുണ്ടാവില്ലേ? ഇപ്പൊ നമ്മളെ കുട്ടികൾ ചെറിയ മക്കളല്ലേ. നമ്മുടെ ശരീരം മൃഗങ്ങളെ അപേക്ഷിച്ച് ആമയെ പോലെ മെല്ലെ വളരുന്നതാ. പക്ഷെ മനസ്സോ മുയലിനെ പോലെ കുതിക്കുന്നതാ. എന്തെല്ലാം ബുദ്ധിയാ കുട്ടികൾക്ക്, ഭയങ്കരാണ്. പക്ഷെ ഒരു നിശ്ചിത പ്രായം എത്തുമ്പോണ്ടല്ലോ, ഈ കൗമാരം തുടങ്ങുമ്പോ, സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുമ്പോ, മല്ലികാബാണൻ തന്റെ വില്ലെടുക്കും, മന്ദാരമലർ കൊണ്ടു ശരം തൊടുക്കും. ആ പ്രായത്തുമ്പോ നമ്മുടെ കുട്ടികളുടെ മനസ്സ് ലഘുവും ശരീരം ഗുരുവാവും. മനസ്സുറങ്ങും. ഏടുന്നെങ്കിൽ ഒരു ചെക്കനൊന്ന് ചിരി കണ്ടാൽ അത് മതി, ഒരു മൊഴി കേട്ടാൽ അത് മതി. 2 ആഴ്ച ഓർക്കുണ്ടാവില്ല. ആമ പോയി പോലാന്ന് പറയേണ്ട മുയൽ ഉറങ്ങി. ആമ പോയിട്ട് ഒരു കൊല്ലം കഴിയുമ്പോൾ ട്രോഫിയും വാങ്ങി വരൂ. മനസ്സിലായോ? മനസ്സിലായില്ല എന്താ ട്രോഫി? ഈ മനസ്സിനെ ഉറങ്ങാൻ, ശരീരത്തിന് ഉണർച്ച ഇല്ലാതാക്കാൻ പറ്റുമോ നമുക്ക്? ഇല്ല. ശരീരം പോട്ടെ, അത് സ്വാഭാവിക പ്രക്രിയ. എന്നാൽ ആ ശരീരം അതിന്റെ ആസക്തി വളരുന്നതിനേക്കാൾ ഡബിൾ സ്പീഡിൽ അവന്റെ മനസ്സിന്റെ സർഗാത്മകതയെ വളർത്തൂ. അതിന് നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ പാട്ടുപാടണം, കഥ പറയണം, സ്പോർട്സ് വേണം, ഗെയിംസ് വേണം, പാഷണൽ ക്വഷ്യന്റ് വേണം. കുട്ടികൾക്ക് എന്തിനോടെങ്കിലും ഒരു പാഷൻ വേണം. നിങ്ങൾക്ക് ചിത്രം വരയ്ക്കണം, അല്ലെ കവിത വായിക്കണം. ബിരിയാണി ഇങ്ങനെ പുഴുങ്ങി ഇട്ടു കൊടുക്കും. ബിരിയാണി പോകുമ്പോ അല്ല പാർസൽ വാങ്ങിക്കൊടുക്കും. ഹോട്ടലിൽ നിന്ന് ബിരിയാണിയും മന്തിയും വാങ്ങിക്കൊടുക്കും. കാസർകോട്ടെ സന്തോഷ് ഏച്ചിക്കാനത്തിന്റെ ബിരിയാണി, ആ ബിരിയാണി മക്കൾക്ക് വാങ്ങിക്കൊടുത്ത് എത്ര ആളുണ്ടൊന്ന് കൈപൊക്കിയ? സന്തോഷ് ഏച്ചിക്കാനത്തിന്റെ ബിരിയാണി മക്കൾക്ക് വാങ്ങിക്കൊടുത്ത് ആരും കൊണ്ടോ? ഒന്ന് കൈപൊക്കും. നിങ്ങളുടെ പ്രശ്നം മനസ്സിലായോ? എന്താ മനസ്സിലായിട്ടല്ലേ? കഴിഞ്ഞ 10 കൊല്ലത്തിനിടയിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ വായിച്ചതും ചർച്ച ചെയ്തതുമായ കഥയുടെ പേരാണ് ബിരിയാണി. ഇപ്പൊ ഓർമ്മ വന്നു അല്ലേ? നേരത്തെ പറഞ്ഞ മനസ്സിലായില്ല. അപ്പൊ സത്യം ഞാൻ തട്ടിപ്പ് പറയുന്നതെല്ലാം ഒരാൾ തെളിവ്. ഓണത്തിന് നെയ്പായസം വെക്കൂലേ? പിറന്നാളിന് വെക്കും, വിവാഹ വാർഷികത്തിന് വെക്കൂലേ? മാധവിക്കുട്ടീന്റെ നെയ്പായസം കണ്ടവരൊന്ന് കൈവക്കിയ?
ഒരു 3-4 അവരോട് ചോദിച്ചു നോക്കുക. ഞാനൊന്നും പറയുന്നില്ല. മാധവിക്കുട്ടിയുടെ നെയ്പ്പായസം എന്ന് പറഞ്ഞാൽ കഥ വായിച്ച ഒരു കുട്ടിയും ഉമ്മയെ കൊണ്ടുപോയി വൃദ്ധമന്ദിരത്തിലാക്കൂല. ഉറപ്പ്. എന്താ അമ്മ നല്ല നെയ്പ്പായസാണ് ഉണ്ടാക്കിയത് എന്ന് പറഞ്ഞപ്പോ അയാൾക്ക് കുട്ടികൾ കരയാൻ പറ്റാത്തത് കൊണ്ട് അയാൾ വാഷ് ബേസിന്റെ അടുത്തേക്ക് മുഖം കഴുകാനെന്ന മട്ടിൽ ഓടി എന്ന് പറഞ്ഞാൽ കഥ അവസാനിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്നൊരു തേങ്ങൽ വരും. അത് കുട്ടിയുടെ ഉള്ളിൽ ഉണ്ടാക്കണം. അതിന് കഥ വായിക്ക്, കവിത ചൊല്ല്, പാട്ടുപാട്, സർഗാത്മകത വളർത്ത്. വീടൊരു സ്വപ്നങ്ങൾ അലങ്കരിക്കും, നമ്മുടെ വീടു കണ്ട് സ്വർഗം നാണിക്കുന്നോ. ജയശ്രീ പാടിയ പഴയ പാട്ടോർമ്മയുണ്ടോ? ആ പാട്ട് നിങ്ങളുടെ വീട് സ്വപ്നങ്ങൾ അലങ്കരിക്കും. അതുകൊണ്ട് മനസ്സുറങ്ങരുത്. മുയലിനെ പോലെ മനസ്സ് മുന്നോട്ട് പോട്ടെ. ഇത് ശരീരത്തിന്റെ 10 മണിക്ക് തിന്നണമെന്ന് തോന്നുന്നു, ബൈക്ക് എടുത്ത് പോകുന്നു, അപ്പം തിന്നുന്നു. ശരീരത്തിന് എന്ത് വേണം? അപ്പം കിട്ടണം. ശരീരത്തെ നിയന്ത്രിക്കുന്ന മനസ്സുണ്ടാവുമ്പോഴാണ് മനുഷ്യനായത്. പട്ടിക്കും പശുവിനാവില്ല. ഇവിടെ ഒരു പശു വന്നാൽ അതിന് മൂത്രമൊഴിക്കാൻ മുട്ടി അപ്പാട് വയ്ക്കൂലേ? ഗുരുവായൂർ അമ്പലത്തിൽ ശീവേലി എഴുന്നള്ളുമ്പോ ആന ശ്രീകോവിലിന്റെ മുമ്പിൽ പിണ്ടോടും മൂത്രമൊഴിക്കൂലേ? ഇല്ലേ? അതിനെന്ത് ഗുരുവായൂരപ്പം വന്നിന്? അതിന് ശരീരത്തിന് തോന്നുന്നു ചെയ്യും. ഇപ്പൊ പട്ടികളിപ്പോ ഇതിപ്പോ കർക്കിടക മാസമല്ലേ, 1 മാസം കഴിഞ്ഞാൽ പട്ടീന്റെ ഇലക്ഷൻ വർക്ക് തുടങ്ങും. ആ സമയത്ത് അതിന് നാട്ടുകാർ കാണുന്നൊന്നും ഇല്ലല്ലോ, റോഡിൽ വെച്ച് ഇണചേരുന്നില്ലേ? എന്നാൽ ആ ശരീരം ഇവിടുന്ന് ഇപ്പൊ നിങ്ങൾക്ക് മൂത്രയ്ക്കാൻ മുട്ടി എടുത്ത് നോക്കോ, നമ്മളെ മനസ്സ് പറയും ശരീരത്തോടാ തൽക്കാലം അവിടെ പിടിച്ച് നിർത്തുമെന്ന് പറയില്ലേ? ആ ഒരു കരുത്താണ് നമ്മുടെ മക്കൾക്ക് ഉണ്ടാക്കേണ്ടത്. ശരീരത്തിന്റെ ചോദനകളെ കൺട്രോൾ ചെയ്യണം. ഈ ശരീരത്തിന് തൃപ്തിയാക്കാൻ വേണ്ടിയിട്ട് മസാലക്കൂട്ടോ അജിനോ മോട്ടോ ഒന്നും മതിയാവില്ല കേട്ടോ. ഭക്ഷണത്തിന് ടേസ്റ്റ് ഉണ്ടാക്കുന്ന സാധനം അവരുടെ അടുത്ത് ഇല്ലല്ലോ. എന്താ അത്? മസാലക്കൂട്ടും അജിനോ മോട്ടോ ഒന്നുമല്ല ഭക്ഷണത്തിന് ടേസ്റ്റ് ഉണ്ടാക്കുന്ന. വിശപ്പുണ്ടെങ്കിലേ ടേസ്റ്റ് ഉണ്ടാവും. കുട്ടിയൊക്കെ വിശക്കാൻ നേരെ കൊടുക്കുന്നില്ലല്ലോ, ഇടക്കിടക്ക് ഓരോന്നും ഇങ്ങനെ ഇട്ട് കൊടുക്കല്ലേ. അപ്പൊ അവർക്ക് ഈ ശരീരത്തിന് ഭക്ഷണം കിട്ടാൻ, ഒരു സംതൃപ്തി കിട്ടാൻ പുതിയത് തേടിയതാനൊന്നും ഒന്നുമില്ല. അപ്പൊ അവർ എളുപ്പ വഴിയിൽ ആനന്ദമുണ്ടാക്കും ശരീരത്തിന്. നമ്മൾ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരു കണക്കിനൊരു ചോദ്യം ഉണ്ടായിരുന്നു, എളുപ്പ വഴിയിൽ ക്രിയ ചെയ്യുക. പരീക്ഷയ്ക്ക് ഒരു ചോദ്യം. അതിന്റെ ശരിയായ വഴിയിലൂടെ, അത് ഷോർട്ട് കട്ടിൽ ഉത്തരം കണ്ടെത്താൻ. അപ്പൊ എൻ്റെ അടുത്ത് ഇരിക്കുന്ന സൗമ്യാന്ത്രനെ കോപ്പി അടിച്ച് മാഷ് പിടിച്ച്. മാഷോട് സൗമ്യാന്ത്രൻ പറയാ, മാഷെ ഇത് എളുപ്പ വഴി കോപ്പി അടിക്കാൻ, അതല്ലേ ക്രിയ ചെയ്യല്. അതുപോലെ എളുപ്പ വഴിയിൽ ശരീരത്തെ തൃപ്തിപ്പെടുത്താൻ എന്ത് വേണം? പദാർത്ഥത്തെ തൃപ്തിപ്പെടുത്താൻ കാവ്യം വായിച്ചിട്ട് കാര്യമില്ല, വ്യാകരണം പഠിച്ചിട്ട് കാര്യമില്ല. ശരീരം പദാർത്ഥമാണ്. പദാർത്ഥത്തിന് പദാർത്ഥം വേണം. പദാർത്ഥത്തിന് 3 അവസ്ഥ: ഖരം, ദ്രാവകം, വാതകം. അതാ ഖരം MDMA, ദ്രാവകം മദ്യം, വാതകം കഞ്ചാവിന്റെ പുക. മനസ്സിലായോ? ശരീര കേന്ദ്രീകൃതമായ വളർച്ചയാണ് നമ്മുടെ കുട്ടികൾക്കുണ്ടാകുന്നുവെങ്കിൽ അവൻ മയക്കുമരുന്നിന് അടിമയാകാനുള്ള സാധ്യത ലിസ്റ്റിൽപ്പെടും. അവന്റെ മനസ്സ് ശരീരത്തെ നിയന്ത്രിച്ചുകൊണ്ട് ഈ ലോകത്തിന്റെ പുതിയ അറിവുകൾ നേടി മുന്നോട്ട് പോകണം. അവൻ പ്ലസ് ആവണം. അവന് പരന്ന വായനയും ആഴത്തിലുള്ള ചിന്തയും വേണം. അവന് ദേശവും കാലവുമായി അവനെ കണക്ട് ചെയ്യണം, അപ്ഡേറ്റ് ആവണം. അവൻ നിങ്ങളുടെ നാടുമായിട്ട് അവന് ബന്ധം വേണം. നിങ്ങളുടെ അയൽവാസികളുമായിട്ട് നിങ്ങൾക്ക് അവനെ ബന്ധപ്പെടുത്തണം. അവന്റെ നാട്ടിലുള്ള സമൂഹവുമായിട്ട് ബന്ധപ്പെടുത്തണം. അതുകൊണ്ട് A+ എന്ന് പറയുമ്പോ പ്ലസിന്റെ X ആക്സിസും Y ആക്സിസും ഉണ്ട്. Xും Yയും കഴിഞ്ഞിട്ട് ഒരു സെഡ് ഉണ്ട്, അറിയാവോ? ആ സെഡാണ് നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കേണ്ടത്. അത് സാമൂഹ്യ ബന്ധമാണ്. ഇങ്ങനെയുള്ള ഒരു വര, ഇങ്ങനെയും വരയുണ്ട്, അതിന്റെ കൂട്ടത്തിൽ ഇങ്ങനെയുണ്ട്. ത്രിമാനമില്ലേ? പ്രതലം മാത്രമല്ലല്ലോ, ത്രിമാനമല്ലേ പ്രകൃതി. Xും Yയും പോരാ, സെഡ് ഉണ്ടാക്കി കൊടുക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്ക് സാമൂഹ്യ ബോധം. അതാണ് പാഷണൽ ക്വോഷ്യന്റ്. കഴിഞ്ഞാൽ സ്പിരിച്വൽ ക്വോഷ്യന്റ്, ധാർമ്മിക മൂല്യം ഉണ്ടാക്കണം കുട്ടികൾക്ക്. അത് ഖുറാനും ബൈബിളും ഗീതയും പഠിച്ചുകൊണ്ടൊന്നും മാത്രമൊന്നും ധാർമ്മിക മൂല്യം ഉണ്ടാവില്ല. ഉണ്ടാവോ? ഇന്നലെ പിടിച്ച ഗോവിന്ദചാമിയെ പറ്റിയിട്ട് ഞാനൊരു സ്ഥലത്ത് പ്രസംഗിച്ചു. ഞാൻ എൻ്റെ അനുഭവം പറയാ. ഞാനിപ്പോ ഫേസ്ബുക്കിൽ എഴുതാൻ പോലും. ഗോവിന്ദചാമി എങ്ങനെയാ ആ ഒരു ജനിച്ചു വീഴുമ്പോ സാധാരണ കുട്ടിയായിരുന്നില്ലേ? അവനും നല്ല കുട്ടിയായിരുന്നില്ലേ? അവൻ എങ്ങനെ ഇത്ര ക്രൂരനായി
എന്തായിരിക്കും സാഹചര്യം എന്ന് ഞാൻ ക്ലാസ് എടുത്തു കഴിഞ്ഞ് ഞാൻ അവിടെ വേദിയിൽ ഇരുന്നപ്പോ എന്റെ അടുത്തിരിക്കുന്ന ഉദ്യോഗസ്ഥൻ എന്നെ തോണ്ടിയിട്ട് പറഞ്ഞു, അങ്ങ മൂലക്കിരിക്കുന്ന ആളെ കണ്ടോ? ആരാ? ഗോവിന്ദച്ചാമിയാണത്. ഞാൻ ഞെട്ടിപ്പോയി. ക്ലാസ് എടുത്തത് കണ്ണൂർ സെൻട്രൽ ജയിലിലാ. സെൻട്രൽ ജയിലിൽ ജയിൽ ദിനാഘോഷത്തിന്റെ ഭാഗമായിട്ട് 500 തടവുകാർക്ക് ക്ലാസ് എടുത്തു. ഞാൻ വിചാരിച്ചു ഇയാൾ വധശിക്ഷക്ക് വിധിക്കപ്പെട്ട ആള് റൂമിന്റെ അകത്താ ഉണ്ടാവുമെന്ന്. ഇയാൾ ഇവിടെ വന്നിരിക്കുന്ന വിവരം അറിയില്ല ഞാൻ. അന്ന് ക്ലാസ് എടുക്കാൻ പോയപ്പോ എനിക്ക് മൈക്ക് സെറ്റ് ആക്കി കൊടുത്ത ഒരാളുണ്ടായിരുന്നു, എല്ലാം ചെയ്തു തരുന്നു. അയാളൊരു ഒരു വലിയ സ്കൂളിന്റെ മാനേജറായിരുന്നു. ആ സ്കൂളിൽ +1 ക്ലാസ് തുടങ്ങുമ്പോ ഞാൻ കുട്ടികൾക്ക് ഓറിയന്റേഷൻ ക്ലാസ് എടുക്കാൻ വേണ്ടി പോയിരുന്നു. കുട്ടികളോട് പാടി തുള്ളിയിട്ട് അവരുടെ എല്ലാവിധ മസിൽ കൊടുത്ത് ഒഴിവാക്കിയ ആ കൂട്ടത്തില് ഞാൻ നേരത്തെ പറഞ്ഞ ചിന്ത വളരണം, ചന്തിയല്ല വളരണ്ടെന്ന് പറഞ്ഞിരുന്നു കുട്ടികളോട്. ഈ മാനേജർ അച്ഛനാ, പള്ളിയിലെ അച്ഛനാ. അയാൾ ദൈവതത്വശാസ്ത്രത്തിൽ ഡോക്ടറേറ്റ് നേടിയ ആളാ. അയാൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഈ സ്കൂളിന്റെ ഗ്രേഡിന് പറ്റാത്ത വാക്ക് നിങ്ങൾ ഉപയോഗിച്ചു, ചന്തി എന്ന് പറഞ്ഞു. ശരിയല്ല പറഞ്ഞ് എന്നെ വല്ലാണ്ട് ശകാരിച്ചു. ഈ സ്കൂളിന്റെ സ്റ്റാൻഡേർഡിന് പറ്റാത്ത വാക്കാണ്. ഞാൻ അന്ന് ആ ജയിലിൽ പോയിട്ട് ഇതെല്ലാം കൊണ്ടുത്തരുന്ന ആളാരാന്ന് ജയിലറോട് ചോദിച്ചു. അന്നേരാ പറഞ്ഞ്, അയാളെ അറിയില്ലേ, അതല്ലേ അച്ഛേ. ആ സ്കൂളിൽ 8ാം ക്ലാസ്സിലെ പെണ്ണിനെ ഗർഭിണിയാക്കിയിട്ട് ശിക്ഷിക്കപ്പെട്ടിട്ട് കണ്ണൂർ സെൻട്രൽ ജയിലിൽ കിടക്കുന്ന അച്ഛനാണത്. എന്റെ വാക്ക് ചന്തി എന്ന വാക്ക് ഉപയോഗിച്ചതിന് എന്നെ ശകാരിച്ച അച്ഛൻ പിടികിട്ടിയോ? അപ്പോ ധാർമ്മിക മൂല്യം ബൈബിള് പഠിച്ചുകൊണ്ടും ഖുറാൻ പഠിച്ചുകൊണ്ടും ഗീത പഠിച്ചുകൊണ്ടൊന്നും ഉണ്ടാവില്ല. അത് നല്ലത് തന്നെ പഠിച്ചോ. അതിന്റെ അടിത്തറ ഉണ്ടാവണം. സത്യം പറയണമെന്ന ചിന്ത വീട്ടിലുണ്ടാക്കണം. പിരിവുകാര് വന്നപ്പോ 50 ഉറുപ്പ്യ കൊടുക്കാതിരിക്കാൻ വേണ്ടി അച്ഛൻ മോൾ ഒളിച്ചിട്ട് മോളോട് പറഞ്ഞ് അച്ഛനിടെ ഇല്ല പോയി എന്ന് പറഞ്ഞേന്ന്. ഈ മോള് പിന്നെ സ്കൂള് ഭയങ്കര കള്ളത്തിയായപ്പോ ടീച്ചർ പരാതി പറഞ്ഞപ്പോ മോളെന്തിനാ കളവ് പറയുന്നു പറഞ്ഞപ്പോ തമാശ പറഞ്ഞാന്ന് പറഞ്ഞു. തമാശയാ കളവ്? ആ, അന്ന് അച്ഛൻ മേലെ ഒളിച്ചിട്ട് ആളെല്ലാം പോയപ്പോ നമ്മൾ ചിരിച്ചിട്ടില്ലേ? അപ്പൊ കളവ് പറയുന്ന തമാശയല്ലേ? 50 ഉറുപ്പ്യക്ക് കൊടുക്കാൻ മടിച്ചിട്ട് 5000 ഉറുപ്പ്യ 50,000 കോടി കൊടുത്താൽ തിരിച്ചു കിട്ടാത്ത സത്യബോധത്തെ ആ കുട്ടിയിൽ നിന്ന് ഇല്ലാതാക്കി കളഞ്ഞില്ലേ അച്ഛനമ്മമാർ? സത്യമേ പറയാവൂ, നന്മയെ പറ്റി പറയും. അതുകൊണ്ട് നമ്മുടെ വീട് സ്നേഹം വളർത്തുന്ന വീടാണ്. അത്തരത്തിൽ സ്പിരിച്വൽ കോഷ്യന്റ്, സോഷ്യോ കോഷ്യന്റ്, സാമൂഹ്യ ബോധം വളർത്തണം. ഈ ചുറ്റുവട്ടമുള്ള കാര്യങ്ങൾ അറിയണം. ശുഭാംശു ശുക്ല ബഹിരാകാശ നിലയത്തിൽ നിന്ന് തിരിച്ചെത്തിയ ദിവസം, അല്ലെ അതിന്റെ പിറ്റേ ദിവസം, അല്ലെ അടുത്ത ഞായറാഴ്ച, അതിനെക്കുറിച്ച് വീട്ടിൽ മക്കളുമായിട്ട് വർത്തമാനം പറഞ്ഞ എത്ര രക്ഷിതാക്കളുണ്ടെന്ന് കൈവക്കുക? 5-6 ആളാ ഉള്ളത്. പിന്നെ എന്താ നിങ്ങൾ വീട്ടിൽ നിന്ന് മക്കളോട് വർത്തമാനം പറയുന്നത്? ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ട വീട്ടില്. ലോകത്തുള്ള നല്ല മേഖല ഈ തൂങ്ങിച്ചത്തോ ഗണ്ടത്തുള്ളിയോ മാത്രം വായിച്ചാൽ മാത്രമോ പേപ്പറിൽ പോരാ. അതുകൊണ്ട് നല്ല കാര്യങ്ങൾ ചർച്ച ചെയ്യണം. ഓക്സ്ഫോർഡ് ഡിക്ഷണറിയിൽ എല്ലാ വർഷവും പുതിയ വാക്കുകൾ കൂട്ടിച്ചേർക്കും. മലയാള ഭാഷയിൽ നിന്ന് ചേർത്ത വാക്കറിയാവോ? ഓക്സ്ഫോർഡ് ഡിക്ഷണറിയിൽ നമ്മളെ മലയാളത്തിൽ ഒരു വാക്ക് ഇംഗ്ലീഷ് ആയിട്ട് സ്വീകരിച്ചു, അറിയാവോ? CURRY, കറി. നമ്മളെ ചോറിന്റെ കറിയില്ലേ, അതിപ്പോ ഇംഗ്ലീഷാ. മലയാളത്തിൽ നിന്ന് അങ്ങോട്ട് സ്വീകരിച്ച ഇക്കൊല്ലം ചേർത്ത വാക്കറിയാവോ? മലയാളത്തിൽ നിന്നല്ല, ഇക്കൊല്ലം ഓക്സ്ഫോർഡ് ഡിക്ഷണറിയിൽ പുതിയതായി ചേർത്ത വാക്ക് ബ്രെയിൻ ഡ്രോട്ട് എന്നാണ്. ബ്രെയിൻ ഡ്രോട്ട്, മസ്തിഷ്ക വരൾച്ച. നമ്മുടെ കുട്ടികൾ ഇപ്പൊ നേരിടുന്നത് മസ്തിഷ്ക വരൾച്ച, പുതിയ അസുഖമാണ്. അവർക്ക് ബുദ്ധി വളരുന്നുണ്ട്, പക്ഷേ ആർദ്രതയില്ല. ഈ ആർദ്രത സൃഷ്ടിച്ചു കൊടുക്കലാണ് നിങ്ങളുടെ പണി. അതുകൊണ്ട് അതിന് സോഷ്യോ കോഷ്യന്റ്, സാമൂഹ്യ ബന്ധം, എക്കോ കോഷ്യന്റ്, പാരിസ്ഥിതിക ബോധം ഉണ്ടാവണം. ഏറ്റവും ഒടുവിൽ ശാസ്ത്രബോധം ഉണ്ടാവണം. സയൻസ് കോഷ്യന്റ് വേണം. ശാസ്ത്രം പഠിച്ചിട്ടൊന്നും കാര്യമില്ല. ശാസ്ത്രമാണ് ഈ ലോകത്തിനെ വളർത്തിയത്. ഇന്ത്യ രാജ്യമാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ അമ്പലമുള്ള രാജ്യം, ഏറ്റവും കൂടുതൽ ആളുകൾ ഭക്തന്മാരായിരിക്കുന്ന രാജ്യം, ഏറ്റവും കൂടുതൽ ഉത്സവമുള്ള രാജ്യം ഇന്ത്യയാണ്. പക്ഷേ പട്ടിണി റാങ്കിങ്ങിൽ ഇന്ത്യ 100ാം സ്ഥാനത്താണ്. വിവരമില്ലായിട്ടാണോ? അല്ല. മഹാഭാരതം, രാമായണം, ഉപനിഷത്തുകൾ, വേദം, വേദാന്തം കൊളംബസ് അമേരിക്ക കണ്ടുപിടിക്കുന്നതിന് 1000 കൊല്ലം മുമ്പ് ഇന്ത്യയിൽ യൂണിവേഴ്സിറ്റി ഉണ്ടായിരുന്നു. എന്നിട്ടെന്തേ? ഇംഗ്ലീഷ് മരുന്നുണ്ടാകുന്നതിനും 1000 കൊല്ലം മുമ്പ് ഒരു ലാബറട്ടറിയും ടെസ്റ്റ് ട്യൂബും മൈക്രോസ്കോപ്പും ഫണലും ഇല്ലാത്ത, മൻഡലിയഫിന്റെ പട്ടിക ഒന്നും ഇല്ലാത്ത കാലത്താണ് നമ്മുടെ മരങ്ങളുടെയും ചെടികളുടെയും വള്ളികളുടെയും ഇലയും തൊലിയും പൂവും കായും വേരും
വായിലിട്ട് ചവച്ചരച്ചു നോക്കിയിട്ട് അമ്ല ഗുണമാണോ ക്ഷാരഗുണമാണോ എന്ന് കണ്ടെത്തിയിട്ട് വാദത്തിന് പറ്റുമോ പിത്തത്തിന് പറ്റുമോ കഫത്തിന് പറ്റുമോ എന്ന് കണ്ടെത്തിയിട്ട് ആയിരക്കണക്കിന് കഷായവും അരിഷ്ടവും ലേഹ്യവും വടകവും ഗുളികയും തൈലങ്ങളും ഉണ്ടാക്കി വെച്ച ചരകനും ശുശ്രുതനും സഞ്ജീവിനിയും പോലത്തെ ബുദ്ധിമാന്മാർ ലോകത്താരാ ഇപ്പോൾ നമ്മളത് ഉപയോഗിക്കുന്നില്ലേ? ഇതൊന്നും ഇല്ലാത്ത കാലത്ത് ഉണ്ടാക്കി വെച്ച സാധനം അത്. എന്നിട്ട് എന്താ നമ്മളെ രാജ്യത്തിന് പറ്റി? ഈ ഹാളിൽ എന്തെങ്കിലും ഒരു സാധനം ഇന്ത്യയെ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ പറഞ്ഞാട്ടെ, ഇന്ത്യയെ കണ്ടുപിടിച്ച് എന്തെങ്കിലും ഒരു സാധനം പറഞ്ഞാട്ടെ. ഈ മൈക്ക് കണ്ടുപിടിച്ച ഇന്ത്യയിലല്ല, ഈ വാച്ച് കണ്ടുപിടിച്ച ഇന്ത്യയിലാണ്, കണ്ണട കണ്ടുപിടിച്ച ഇന്ത്യയിലല്ല, പേന കണ്ടുപിടിച്ച ഇന്ത്യയിലല്ല, കടലാസ് കണ്ടുപിടിച്ച ഇന്ത്യയിലല്ല, അച്ചടി കണ്ടുപിടിച്ച ഇന്ത്യയിലല്ല, ക്യാമറ കണ്ടുപിടിച്ച ഇന്ത്യയിലല്ല, ബൾബ് കണ്ടുപിടിച്ച ഇന്ത്യയിലല്ല, ഫാന് കണ്ടുപിടിച്ച ഇന്ത്യയിലല്ല, ഞാൻ വന്ന കാറ് കണ്ടുപിടിച്ച ഇന്ത്യയിലല്ല, ട്രെയിന് കണ്ടുപിടിച്ച ഇന്ത്യയിലല്ല, നിങ്ങൾ ഇരിക്കുന്ന കസേര പ്ലാസ്റ്റിക് കണ്ടുപിടിച്ച ഇന്ത്യയിലല്ല, എല്ലാം വിദേശികൾ കണ്ടുപിടിച്ച് കൊണ്ടുവന്ന. എന്തേ? നമ്മുടെ കുട്ടികളിൽ ശാസ്ത്രത്തിൽ സത്യാന്വേഷണ ബോധത്തിലേക്ക് വളർത്തിയില്ല. പുതിയത് അന്വേഷിക്കണം, പുതിയത് കണ്ടെത്തണം. എക്സ്പ്ലോറിംഗ് ദി മൈൻഡ്. ഉത്തരം പഠിക്കുന്ന കുട്ടികളല്ല വേണ്ടത്, ചോദ്യം ചോദിക്കുന്ന കുട്ടികൾ ഉണ്ടാവും. ചോദ്യമാ പ്രധാനം. പുതിയ പുതിയ ചോദ്യങ്ങൾ ഉണ്ടാവട്ടെ, അന്വേഷിക്കട്ടെ അവര്. അത്തരത്തിൽ എന്ത് ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താനുള്ള ChatGPT-യുടെയും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെയും സംവിധാനമുള്ള ഈ കാലത്ത് ചോദ്യം ചോദിക്കുന്ന മക്കളുണ്ടാവും. റംസാന്റെ തലേ ദിവസം പെരുന്നാളുണ്ടോ, നാളെ റംസാന്റെ അവസാനത്തെ ദിവസം പെരുന്നാൾ നാളെ ഉണ്ടോ നോക്കിയിട്ട് ഇങ്ങനെ പടിഞ്ഞാറ് ആകാശത്ത് നോക്കി ഇരിക്കുക ഉമ്മ. ഇരിക്കുമ്പോ മടിയിലിരിക്കുന്ന കുഞ്ഞുമോള് ചോദിച്ചു, ഉമ്മ വായയിൽ എന്താ അങ്ങനെ ആടുന്ന്? എങ്ങനെ ആടുന്ന്? ആന തല കുലുക്കും പോലെ വാഴയിൽ ആടുന്നുണ്ട് നിങ്ങൾ, ഇങ്ങനെ ആടുക. അപ്പൊ ഉമ്മ പറഞ്ഞു കൊടുക്കുക, എന്താ ആടുന്ന ആടിക്കോട്ടെ ബലാലെ എനിക്കെന്താ? നോ. ആ ചോദ്യത്തിന് ഉമ്മ പറഞ്ഞു കൊടുത്തത് എന്താണെന്നറിയോ? ആകാശത്ത് വാളൻപുളിന്റെ ഷേപ്പിലെ ചന്ദ്രക്കല പൊങ്ങുന്നോ, വാളൻപുളി പോലെ അമ്പീലി പൊങ്ങുമ്പോൾ കുലവാഴ കൈകളിൽ ഊഞ്ഞാലിലാടുന്ന കുഞ്ഞീളം പൂങ്കാറ്റ് തക്ബീർ ചൊല്ലുന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. വാഴയിലൂടെ ആട്ടം കണ്ടിട്ട് തക്ബീറിന്റെ താളമാണ് മോനെ എന്ന് പറഞ്ഞു കൊടുക്കുന്ന ആ ഉമ്മയാണ് യഥാർത്ഥ ഉമ്മ. പുഴേന്റെ ഓളങ്ങൾ കരയിലേക്ക് വരുന്നുണ്ട്, എന്താമേ തിരിച്ചു പോകുന്നു കാണാത്തത് എന്നൊരു കുഞ്ഞിമോൻ ചോദിക്കുക. ഓടക്കുഴൽ വിളിച്ചോണ്ടിരിക്കുകയായിരുന്നു അവൻ. രാഗങ്ങളോരോന്നേ ഗോകുല നായകൻ മേളം കലർന്നങ്ങോ പാടുന്നേരം. ഇപ്പൊ പാട്ട് നിർത്തിയിട്ടാ ചോദിച്ചത്, എന്താമ്മേ ഓളങ്ങൾ കരയിലേക്ക് വരുന്നുണ്ട് തിരിച്ചു പോകാത്തത്? ആ അമ്മ എന്താ പറയാ, നിങ്ങളോടാ ചോദിച്ചെങ്കിൽ ചെക്കന്നപ്പ വട്ട തിരിച്ചു പോകുന്നില്ല, ആടെ നിന്നോട്ട് എനിക്കെന്താ എന്നാ അമ്മ പറഞ്ഞു കൊടുത്തു. അത് നിന്റെ പാട്ട് കേട്ടിട്ട് പുറകോട്ട് പോവാൻ തോന്നാത്തത് കൊണ്ടാ കണ്ണാ. കണ്ണന്റെ വേണുവിൽ നിന്നുയരുന്നൊരീണത്തിൽ പുളകിതയാമോരു യമുന തന്നോളങ്ങൾ മുന്നോട്ടു പോകാൻ മനസ്സുവരാഞ്ഞ് താളത്തിലങ്ങിനെ തങ്ങി നിൽപ്പൂ, താളത്തിലങ്ങിനെ തങ്ങി നിൽപ്പൂ എന്ന് പാടിക്കൊടുക്കുന്ന അമ്മയാവണം. ഭക്ഷണം കഴിക്കണമെങ്കിൽ വിഷം കൊടുക്കുന്ന പൂതനയാവുന്നു പല അമ്മമാരും. കുട്ടിക്ക് തിന്നണമെങ്കിൽ യൂട്യൂബ് തുറന്നു വെച്ചു കൊടുക്കുന്ന പൂതനമാരല്ലേ നിങ്ങൾ പലരും, അല്ലേ? ഭക്ഷണം കഴിക്കുന്നില്ല, അപ്പൊ ഇത് വെച്ചുകൊടുത്താൽ തിന്നു. ഭീകരതയാണ് നിങ്ങൾ ചെയ്യുന്നത്. 7ാം ക്ലാസ്സിൽ എത്തുന്നതിന് മുമ്പ് ഒരു കുട്ടിയുടെ കയ്യിൽ ആൻഡ്രോയിഡ് ഫോൺ അച്ഛനും അമ്മയുടെ സാന്നിധ്യമില്ലാതെ കൊടുക്കരുത്. അവന് പഠിക്കാനുണ്ടെങ്കിൽ നിങ്ങൾ അടുത്തിരിക്കണം. കാരണം ഇതിൽ നല്ലതുപോലെ തോന്നിയാസമുണ്ട്. വെറുതെ ഒരു തോന്നിയാസം കണ്ടാൽ ഒന്ന് ടച്ച് ചെയ്താൽ മതി, പിന്നെ കുട്ടി ഫോൺ എടുക്കുമ്പോൾ അപ്പം അതാ വരിക. കാരണം ഫോണിനാണ് നമ്മളെപ്പറ്റി അച്ഛനെ അറിയുന്നതിനേക്കാൾ അമ്മേനെ അറിയുന്നതിനേക്കാൾ കുട്ടിയെ പറ്റി നന്നായിട്ട് അറിയ ഫോണിന്. പിന്നെ ആ ലോകത്ത് പോയാൽ അവന് സ്വഭാവ വൈകൃതം ഉണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ പൂതനമാരാവൻ. മൊബൈൽ ഫോണിനെ കുറിച്ച് കുട്ടികളോട് പറയണം, നീ ജനിച്ചത് ഫോണിന് വേണ്ടിയിട്ടാണോ അല്ല നിനക്ക് വേണ്ടിയിട്ടാണോ ഫോൺ ഉണ്ടാക്കിയതെന്ന് ചോദിക്കണം. ചില കുട്ടികൾ ജനിച്ചു തന്നെ ഫോണിന് വേണ്ടിയാ. നോ. അതിനോട് യെസ് എന്ന് പറഞ്ഞ് ടച്ച് ചെയ്യുന്നത് പോലെ നോ എന്ന് പറയാനുമുള്ള തൻ്റെ ഇടം കുട്ടിയൊക്കെ ഉണ്ടാക്കണം. മൊബൈൽ ഫോണൊന്നും ഇല്ലാണ്ടൊന്നും ഇനി ജീവിക്കാൻ പറ്റില്ല. പക്ഷെ അതിന് ടൈം നിശ്ചയിക്കണം. എത്ര സ്ക്രീൻ ടൈം, എത്ര സമയം ടിവിയും മൊബൈൽ ഫോണും ഒരു ദിവസം ഉപയോഗിക്കാം. കറക്റ്റ് ടൈം വെക്കുക.
3/4 മണിക്കൂറിൽ കൂടുതൽ ഒരു ദിവസം സ്ക്രീനിൽ നോക്കി ഇരിക്കരുത് തുടർച്ചയായിട്ട് എന്ന് അവരോട് പറയണം. 3/4 മണിക്കൂർ മാത്രമേ കാണാവൂ എന്ന് പറയണം. അത്തരത്തിൽ നമ്മുടെ കുട്ടികൾ നല്ല കുട്ടികളാട്ടോ, നല്ല കുട്ടികളാ. അവരുമായിട്ട് എപ്പോഴും ശകാരവും ശണ്ടയും വേണ്ട. ചില അമ്മമാരും അച്ഛന്മാരെല്ലാം കുട്ടികളെ ചീത്ത പറയുന്നു അടിക്കുന്നതെല്ലാം കാണുമ്പോ, ചെപ്പ് ആട്ടുന്നെല്ലാം കാണുമ്പോ ഇല്ല, ഞാനിങ്ങനെ തോന്നുന്നു, ഈ കുട്ടി സ്കൂളിൽ പോയിട്ട് വൈകുന്നേരം സ്കൂൾ വിട്ട് ആ വീട്ടിൽ തന്നെ വരുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാവോ? ഓന് പോവാൻ വേറെ സ്ഥലമില്ലായിട്ടാണ്, ഓന് തിന്നാൻ വേറെ കിട്ടാത്ത കൊണ്ട് മാത്രം വരുന്ന. അങ്ങനെയല്ല കുട്ടി വീട്ടിൽ വരുന്നത്. നിങ്ങളുടെ സ്നേഹം കിട്ടുമെന്ന് എഴുതിയിട്ട് വീട്ടിൽ വരും. മക്കളുമായിട്ട് പിണങ്ങിയാൽ പിണക്കം അന്ന് രാത്രിക്ക് മുമ്പ് തീർത്തോളണം. അമ്മ അറിയാണ്ട് പറഞ്ഞു പോയതാ മോനെ, ക്ഷമിച്ചേക്കുന്നൊന്നും പറഞ്ഞല്ലേ, പിന്നേന്ന് ശകാരത്തിന് ഒരു വിലയുണ്ടാവില്ല. ഒന്നും വേണ്ട, അവൻ കിടന്നാ പോയി കെട്ടിപ്പിടിച്ചാണ് അടുത്ത് കിടന്നാൽ മതി, അവന്റെ എല്ലാ പ്രശ്നവും അന്നേരം തീരും. നമ്മുടെ മക്കൾ നമ്മളല്ലേ. അവരമ്മ തല്ലിയാലും അവരമ്മേന്ന് പറഞ്ഞില്ലേ കരയുന്നത്. പിന്നെ എങ്ങനെയാ നിങ്ങൾക്ക് അവരെ വെറുക്കാൻ തോന്നുന്നത്, ചീത്ത പറയാൻ തോന്നുന്നത്? മോശം. സ്നേഹിക്കാൻ മാത്രമേ അമ്മക്ക് അധികാരമുള്ളൂ. കൊല്ലാൻ ചില ദുഷ്ടത്തികളുടെ മക്കളെയും കൊന്നിട്ട് മരിക്കുന്ന ചില ദുഷ്ടത്തികളില്ലേ, അവര് ഈ സ്വർഗം ഉണ്ടായെങ്കിൽ നരകം ഉണ്ടായെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്നതാണ്. അങ്ങനത്തെ അമ്മമാരെയാണ് ഏറ്റവും വലിയ ശിക്ഷ കൊടുക്കേണ്ടത്. ചേട്ടാ, മക്കൾ നിങ്ങളുടെ സ്വന്തമൊന്നും അല്ല. കാരണം അവന്റെ ജീവൻ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം അല്ലല്ലോ, നിങ്ങളുടെ അമ്മയെന്ന് കിട്ടിയല്ല, അത് പ്രകൃതിയിൽ നിന്ന് കിട്ടിയതാ. അവന്റെ ജീവൻ നശിപ്പിക്കാൻ, അവരുടെ ജീവൻ നശിപ്പിക്കാൻ നിങ്ങൾക്ക് ഒരു അധികാരമില്ല. അതുകൊണ്ട് മരിക്കണം തോന്നുന്നുണ്ടെങ്കിൽ മക്കളെ ആരും നോക്കൂലല്ലോ എന്ന് ചോദിച്ച് മക്കളെ കൊന്നിട്ട് മരിക്കുന്നില്ലേ? നിങ്ങൾ തെറ്റിദ്ധാരണയാ. ഒരു കുട്ടിയും അമ്മ മരിച്ചു പോയതിന്റെ പേരിൽ പട്ടിണി കിടക്കാറില്ല. ആരെങ്കിലും നോക്കൂ, ഇല്ല എന്റെ ഫോൺ നമ്പർ തരാം, എന്നെ വിളിച്ചോ, ഞാൻ പോയിക്കോളാം. മക്കളെ അങ്ങനെ വെറുക്കല്ലേ. മക്കളെ സ്നേഹിക്ക്, ചേർത്ത് പിടിക്ക്. അവന്റെ ചങ്കിൽ നിങ്ങൾ ഇടം പിടിക്ക്. നിങ്ങളുടെ ചങ്കിൽ അവന് ഇടമുണ്ടല്ലോ, അത് ഇടം ഉണ്ടായിട്ട് കാര്യമില്ല, അതവനെ ബോധ്യപ്പെടുത്ത്. നിങ്ങൾ അവൻ വലുതായാല് കഷ്ടപ്പെടരുതെന്ന് വെച്ചിട്ട് ഇപ്പൊ ഒരുപാട് അധ്വാനിച്ച് പൈസയെല്ലാം അവന്റെ പേരിൽ അക്കൗണ്ടിൽ ഇടും. എന്നിട്ടോ അന്ന് അവന് മൂക്കിൽ വലിക്കാൻ ഉണ്ടാവില്ല, അത് കാര്യമില്ല. ഇപ്പം നിങ്ങൾ കൊടുക്കുന്ന പണവും ഇപ്പം നിങ്ങൾ കൊടുക്കുന്ന സ്നേഹവും മനസ്സുമാണ് അവന് ഏറ്റവും വലിയ മൂലധനം. പണം ആവശ്യമുള്ളപ്പോഴെല്ലാം കൊടുക്കുകയും, ചില ആളുകൾ വെറുതെ ഭാരി കൊടുക്കും, ചില ആള് മസിൽ പിടിക്കും, കൊടുക്കൂല. രണ്ടും തെറ്റാണ്. ചിലയാൾക്ക് മലബന്ധാണ്, ചിലയാൾക്ക് വയറിളക്കാണ്. മക്കൾക്ക് പൈസ കൊടുക്കണം, ആവശ്യത്തിന് കൊടുക്കണം, കൊടുത്തതിന്റെ കണക്ക് ചോദിക്കണം, അനാവശ്യമായി കൊടുക്കരുത്. എന്നാൽ എല്ലാത്തിനും മസിൽ പിടിച്ച് പൈസക്ക് എന്തൊക്കെ ആവശ്യത്തിന് ചോദിക്കുമ്പോൾ അച്ഛനോട് ചോദിക്കാൻ പേടിക്കുന്ന മക്കളുണ്ടായിരുന്നു. അച്ഛൻ എനിക്ക് ഇങ്ങനെ ഒരു ആവശ്യമുണ്ട്, പൈസ വേണമെന്ന് തുറന്ന് ചോദിക്കാനുള്ള ധൈര്യം കുട്ടികൾക്കുണ്ടാക്കി. അത്തരത്തിൽ നമ്മുടെ വീട് വളർണം. മത്തൻ നട്ടാല് ചെറുനാരങ്ങന്റെ വലുപ്പമുള്ള ഒരു മിടി പൂവല് വരൂലേ, ആദ്യം ഒരു കൈ, അത് ചെടിയിൽ പറിക്കാണ്ട് മൺകലത്തിലിട്ട് വെക്കുക. എന്നിട്ട് ചെടിക്ക് നല്ലോണം വെള്ളവും കൊടുക്കുക. മത്തൻ ഇങ്ങനെ വളരുമ്പോ മൺകലം വളരൂലല്ലോ, അപ്പൊ എന്താവും? ഒന്നുകിൽ മൺകലം പൊട്ടു, അല്ല മൺകലത്തിന് നല്ല ഉറപ്പുണ്ടെങ്കിൽ മത്തം കിട്ടൂ. ഈ മിടിയാണ് നമ്മുടെ മക്കൾ. നിങ്ങളാണ് മൺകലം. കുട്ടി വളരുമ്പോ നിങ്ങൾ വളർന്നില്ലെങ്കിൽ നിങ്ങളെ അവർ ധിക്കരിക്കും. മനസ്സിലായോ? അവർ പുറത്തു പോകും. ഇനി നിങ്ങൾ ഭയങ്കര അച്ചടക്കത്ത് പോറ്റിയാലോ, മൺകലത്തിന് ഉറപ്പുണ്ടെങ്കിലോ കുട്ടിക്ക് വ്യക്തിത്വം ഉണ്ടാവില്ല, കെട്ടുപോകും. അതുകൊണ്ട് കുട്ടികൾ വളരുമ്പോൾ ആരാ വളരണ്ടേ? നിങ്ങൾ വളരുക, നിങ്ങൾ വളരുക, നമ്മൾ പഠിക്കുക. നിങ്ങളുടെ കുട്ടിക്ക് എന്ത് വേണമെന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളാ, ഞാനല്ല. കാരണം കുട്ടിയെ ഊണിൽ ഉറക്കലും നിങ്ങളാണ് അറിയുന്നത്. മാഷന്മാരുടെ മുമ്പിൽ 6 മണിക്കൂറേ കുട്ടിയുള്ളൂ. 24 മണിക്കൂറിൽ സ്കൂളിൽ പോകാനും വരാനുള്ള 1 മണിക്കൂറും കഴിച്ച് 17 മണിക്കൂർ കുട്ടി നിങ്ങളുടെ അടുത്താ. ആ നിങ്ങളുടെ ചലനങ്ങളും നിങ്ങളുടെ വാക്കുകളും നിങ്ങളുടെ നോക്കും നിങ്ങളുടെ ജീവിതവുമാണ് ആ കുട്ടിയുടെ സ്വഭാവ രൂപീകരണം. നിങ്ങളുടെ ഇടയ്ക്ക് സ്കൂളിൽ വരണം, കുറ്റം പറയാൻ വരരുത് കേട്ടോ. ടീച്ചറേ ഇവ മൊബൈൽ കളിയാ ടീച്ചറേ എന്ന് പറഞ്ഞു ടീച്ചറെ അടുത്ത പിരീഡ് പോയി. അധ്യാപകരോട് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടോ നേരെ സ്കൂളിൽ പോവുക, പ്രിൻസിപ്പളിനോടോ മാഷോടോ പറയാം. കുട്ടികളുടെ മുന്നിൽ അധ്യാപകരെ കൊച്ചാക്കരുത്, അവരെ ബഹുമാനത്തോടെ നിങ്ങൾ പറയാവൂ. മാഷെന്നും ടീച്ചറെന്നും നിങ്ങൾ ഉച്ചരിക്കാവൂ, അവനെന്നും അവളെന്നും പറയരുത്. കാരണം അവന് ഗുരുത്വം എന്ന് പറയുന്ന ഒരു ഗുണം കിട്ടുന്നത് അവന്റെ അധ്യാപകരുടെ അവന്റെ മനസ്സിലുള്ള സാന്നിധ്യമാണ്. അവരെ കൊച്ചാക്കി തോന്നിയ അവന്റെ ഗുരുത്വം നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് ബഹുമാനത്തോടെ അധ്യാപകരെ കാണാൻ പഠിപ്പിക്കുക. അത്തരത്തിൽ അധ്യാപകരും കുട്ടികളും രക്ഷകർത്താക്കളും ചേരുന്ന ത്രിവേണി സംഗമമാണ് വിദ്യാഭ്യാസം.
മാഷും കുട്ടിയും മാത്രം പോരാ, നിങ്ങൾക്കും നല്ല പങ്കുണ്ട്. ആ പങ്ക് നിർവഹിക്കാനുള്ള കരുത്ത് നേടാൻ നിങ്ങൾ വളരണം, നിങ്ങൾ മാറണം. നിങ്ങളുടെ വീടിന്റെ വ്യാകരണം അടിച്ചു പൊളിച്ച് ഒരു പുതിയ മോഡലിലേക്ക് സ്വസ്ഥനായ ഒരു കുടുംബത്തെ സൃഷ്ടിക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു ക്ലാസ് എടുക്കാൻ എന്നെ ക്ഷണിച്ച ഇതിന്റെ പ്രിൻസിപ്പളിനോടും PTA-യോടും മറ്റ് മാനേജ്മെന്റിനോടും നന്ദി പറയുന്നു. ഇനി ഈ പെരുമഴയത്തും രാവിലെ മുതൽ വന്നിട്ട് പലരും രക്ഷിതാക്കള് വരുന്നതിലിടക്ക് പോകാൻ പറ്റുമെങ്കിൽ പോവുക, അതാണ് പോകാനായിരിക്കും തിരക്ക്. പലരും ഫോണ് വന്ന മട്ടിലുണ്ട്, ചെവിക്ക് വെച്ചിട്ടൊരു പോക്ക്, ആരും വിളിച്ചിട്ടൊന്നും ഉണ്ടാവില്ല. അതെല്ലാം തട്ടിപ്പാൻ നമുക്കറിയാം ഒരുപാട്. എന്നാൽ ഇത്ര നേരം ഒരാളും എഴുന്നേറ്റ് പോവാതെ വളരെ സഹനശക്തിയോടുകൂടി കേട്ടിരുന്നതിന് നിങ്ങൾക്കെല്ലാം നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ നാമം തിരിക്കുന്നു.